അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ നമ്മുടെ പ്രവർത്തകന്മാരെ, ഈ പ്രദേശത്തെ അടുത്തു നിന്നും അകലെ നിന്നും ഈ ശബ്ദം, ദീനീ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായ ഈ നാട്ടിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമികമായ ഒരു ബാധ്യതയാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അഥവാ നല്ല കാര്യങ്ങൾ നമ്മൾ അറിയിക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുക എന്നത്. നമ്മുടെ വീട്ടിൽ നല്ല രസമുള്ള ഒരു പായസം ഉണ്ടാക്കിയാൽ അത് നമ്മളെ അയൽവാസികൾക്കും കൂട്ടുകാർക്കുമൊക്കെ അല്പം എത്തിച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, ഞങ്ങൾ ഉണ്ടാക്കിയ പായസം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു അത് നമ്മളെപ്പോഴും ഷെയർ ചെയ്യും. നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് അറിവിൻ്റെ വലിയ ഒരു ഭാണ്ഡമാണ്, അറിവിൻ്റെ ആഴമുള്ള ആറാണ്, കടലാണ്, എന്തും പറയാം. അത് പഠിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് 60 കൊല്ലം 70 കൊല്ലമൊക്കെ നമുക്ക് തരുന്നത്. ചിലരൊക്കെ വിചാരിക്കും നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഇങ്ങനെ ഏകദേശം ആകാൻ വേണ്ടിയായിരിക്കും അള്ളാഹ് ഒരു 60-70 തരുന്നതല്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ കാലം 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കായിരിക്കും വയസ്സ് ശരാശരി എന്ന. അപ്പൊ ഇത്രയും കാലമൊക്കെ നമുക്കിന്ന് എന്തിനാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഈ പഠനം പൂർത്തീകരിക്കാൻ. പരിശുദ്ധ ഖുർആനിൽ 6000-ൽ ചില്ലുവാനും വചനമുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് പ്രാർത്ഥനകളുണ്ട് നമുക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആയിരക്കണക്കിന് വചനങ്ങളുണ്ട്. ഇവയൊക്കെ പഠിക്കാൻ, ഇവയൊക്കെ മനസ്സിലാക്കാൻ, ഇവയൊക്കെ കേൾക്കാൻ നമുക്ക് അതിൻ്റെതായ അവസരം ലഭിക്കണം. ഒരു ദിവസം ഒരു അറിവെങ്കിലും നേടാനായില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം പോയി എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്.
വചനമാവുകയും അതിൻ്റെ ആത്മാവ് ചോർന്നു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ, അതൊരു മുകൾ പരപ്പ് പോലെ മാത്രം നിലനിൽക്കുന്ന കാലം വന്നാൽ അത് നിങ്ങൾക്ക് പഠിക്കാനാകില്ല. കാരണം ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് അത് പഠിച്ച് ആ ജീവനും ആ ആത്മാവും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകുമ്പോഴാണ് നമുക്കത് പൂർണ്ണതയിലെത്തുക. അപ്പൊ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്നോ അർത്ഥം പഠിച്ചു എന്നത് മാത്രമല്ല നമുക്ക് ഖുർആൻ പഠിക്കുക എന്നത്, അത് ജീവിതമാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ 6000-ൽ ചുല്ലുവാനം ആയത്തുകൾ അള്ളാഹു നമുക്ക് ഇറക്കിത്തന്നത് നമ്മൾ ഓതുന്നു. അൽഹംദുലില്ലാ, വലിയ ഖൈറാണ്. ചില നാട്ടുകാരൊക്കെ പറയും, നിങ്ങൾ ളുഹുറിനെ ഏതേ ഓതിയത്? ളുഹുറിന് ഞങ്ങൾ കുല്ലുല്ലാഹു അതും കുല്യായിൽ കാഫറൂനെയാണ്. അസറിന് കുല്യായിൽ കാഫറൂൻ കുല്ലുല്ലാഹു. മഗ്രിബിന് കുല്ലുല്ലാഹു കുല്യായിൽ കാഫറൂൻ. ഇശാക്ക് കുല്ലുല്ലാഹു അത് കുല്യായിൽ കാഫറൂൻ. അപ്പൊ എന്തേ 114 സൂറത്ത് അയച്ചെന്നിട്ട് 2 ഉള്ളു അങ്ങോട്ട് എത്തി, ബാക്കിയൊന്നും ഇങ്ങോട്ട് എത്തിയില്ലേ? അല്ല, അതൊക്കെ പാട് ഓതി പഠിക്കാനും ഒക്കെ പാട് ഈ തിരക്കിൻ്റെ ഇടയിൽ നേരല്ല. അപ്പൊ ഞങ്ങൾ തൽക്കാലം 112 അവിടെ ഒഴിച്ച് വെച്ച് ബാക്കി 2 കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇതാണ് സമൂഹത്തിന് ബാധിക്കുന്നത്. അഥവാ ഒരു സമൂഹത്തിന്റെ പൂർണ്ണത ഖുർആനിലൂടെയാണ് ഉണ്ടാവുക. അതിന്റെ വിശദീകരണം എല്ലാം മനഃപ്പാടമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തൊക്കെ പറയുന്നു. അപ്പൊ അറിവ് കുറഞ്ഞു പോകുന്ന ഒരു കാലം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗുരുതരമായ തരത്തിൽ നമ്മെ ബാധിക്കുന്ന ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഓരോന്നാകാനുള്ള ധൃതിയിലാണ്. അങ്ങനെയാണ് പറയാ, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ മറ്റേതാണ്. ഇതൊക്കെ ആകണമെങ്കിൽ ആദ്യം നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അള്ളാഹു അല്ലാതെ നമുക്ക് ആരാധനക്കർഹനായി നമ്മളുടെ ദുആ കേൾക്കുവാൻ, നമ്മുടെ ദുആകൾക്ക് ഉത്തരം നൽകുവാൻ അള്ളയല്ലാതെ മറ്റാരും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ നാഥനെ ആരാധിക്കുവാൻ ഏറ്റവും വലിയ ആരാധനയാണല്ലോ ജുമുഅ. അവിടെ നമ്മളാരും ആനൊന്നും കൊണ്ടുവരലില്ല, അല്ലേ? ആന നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയിട്ടാണോ ജുമുഅ എടുക്കുക? ഇല്ല. കാരണം അത് ഇസ്ലാമിന്റെ ആചാരമാണ്. ഇസ്ലാം അല്ലാത്തടത്തൊക്കെ ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരപ്പെട്ടുകൊണ്ട് അത് ഇസ്ലാമികമാണ് എന്ന് ധരിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ചില നാടുകളിൽ നിന്നൊക്കെ അതിവിദൂരത്തു നിന്നൊക്കെ ചേറ്റുവ പിന്നെ ചന്ദനക്കുടം നേർച്ചക്ക് വരാറുണ്ട്. അപ്പൊ ആ വരുന്നവരൊക്കെ ഹജ്ജിന് വരിക എന്നുള്ള ആൾക്കാർ വരുന്നേ. അഥവാ മക്കത്തൊക്കെ ഒന്നും ഏതായാലും ഒന്നും പോകാനാവില്ല, എന്നാ നമുക്ക് ചേറ്റുവ വരെ പോയി പോരാ എന്നുള്ള നിലക്കാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവോ ഒന്നും നമ്മളോട് പറഞ്ഞില്ലേ എന്ന് അറിയണമെങ്കിൽ അവരയച്ചു തന്ന ആ മെസ്സേജ് നമ്മൾ വായിച്ചു നോക്കണ്ടേ, അല്ലേ? അപ്പൊ ആ ഒരു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹബു സ്സാലിഹൂനൽ അവ്വലു ഫൽ-അവ്വൽ വതബ്ഖാ ഹുഫാലത്തുൻ കഹുഫാലത്തിശ് ശഈർ അവിത്തംരീ ലാ യുബാലിഹിമുല്ലാഹു ബാലതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല മനുഷ്യന്മാരൊക്കെ, ഇഖ്ലാസുള്ള നല്ല മനുഷ്യന്മാരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ കഴിഞ്ഞു പോകും. അവസാന കാലമെത്തുമ്പോൾ ഗോതമ്പിന്റെ ചണ്ടി പോലെയുള്ള, ബാർലിയുടെ ചണ്ടി പോലെയുള്ള, എല്ലാറ്റിൻ്റെയും അവശിഷ്ടം പോലെയുള്ള ആളുകൾ അവശേഷിക്കും. ലാ യുബാലിഹിമുല്ലാഹു ബാലതൻ. അള്ളാഹു അവർക്കൊരു പരിഗണന പോലും നൽകുന്നതല്ല. നമ്മൾ പറയില്ലേ, എല്ലായിടത്തും ഉമ്മത്തിന് പരീക്ഷണം തന്നെയാണ്, എല്ലായിടത്തും എല്ലാവരും ആട്ടിപ്പായിക്കാണ്. അള്ളാഹു എല്ലായിടത്തും ഉമ്മത്തിനെ എല്ലാവരും അവഗണിക്കുകയാണ്, കാർക്കിച്ച് തുപ്പുകയാണ്. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവസാന കാലമെത്തുമ്പോ വിശ്വാസപരമായി കർമ്മപരമായി നമ്മളൊക്കെ പിറകോട്ട് പോകും. അപ്പോൾ അള്ളാഹു അവർക്ക് ഒരു ഉമ്മത്തിന്റെ പരിഗണന അള്ളാഹു അവർക്ക് കൊടുക്കുകയില്ല. ഉമ്മത്താണ്, നമ്മൾ കുറെ ആളുകളുണ്ട്, നമുക്കൊരുപാട് സ്ഥാപനങ്ങളുണ്ട്, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്തായിട്ടില്ല, നമ്മളുടെ ഇബാദത്ത് ശരിയായിട്ടില്ല.
ഒരിക്കൽ ഇതേപോലെ ഒരു പ്രഭാഷണം നടത്തുമ്പോണ്ട് കുറേ ജീപ്പ് ഒക്കെ ഇങ്ങനെ പോണു. ഗ്രാമമാണ്. ഇപ്പം നിങ്ങളെ നാട്ടിൽ ഈ വാള് നടക്കുമ്പോൾ ഇവിടെ കുറേ ജീപ്പ് പോകുമ്പോൾ നമ്മൾ ചോദിക്കൽ എന്താ ആരോ മരിച്ചണോ അതോ കല്യാണം ഉണ്ടോ എന്നൊക്കെ. അപ്പം അതേപോലെ പോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചു എന്താ കുറേ വണ്ടിയും കുറേ ആളും ഒക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുത്തുകാർ പറഞ്ഞു അതൊന്നുമല്ല മൗലവി, ഒരാളൊരു മീൻ വാങ്ങിനു, ഒരു മീനിനെ വാങ്ങി ചില്ലിലിട്ടീനു. ആ മീനിൻ്റെ മുകളിൽ ലായിലായില്ലുണ്ട് കാണാൻ പോവുക. അപ്പം ഞാൻ പറഞ്ഞു മീനിന് ലായിലായില്ലുള്ള മനസ്സിലായി, ചന്ദ്രന് മനസ്സിലായി, ഇനി മനുഷ്യന്മാരായ ഞമ്മക്കത് മനസ്സിലാകണ്ടേ. കാരണം മീനനുസരിച്ചാണ് ജീവിക്കണേ. മീൻ കടലിൽ ജീവിക്കുന്നതും അവ കഴിഞ്ഞുകൂടുന്നതും ഒക്കെ സൃഷ്ടാവിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണ്. നമ്മളാണ് ഇനി ഇത് മനസ്സിലാക്കേണ്ടത്. യാ അല്ലാ, യാ ഗഫൂർ, യാ വദൂദ്, യാ റഹ്മാൻ. റബ്ബേ എൻ്റെ കുട്ടി, റബ്ബേ എൻ്റെ ഉപ്പ, റബ്ബേ എൻ്റെ ഉമ്മ, റബ്ബേ എല്ലാവർക്കും ഹൈറ് കൊടുക്കണേ റബ്ബേ, റബ്ബേ വിഷമം മാറ്റിത്തരുന്നേ റബ്ബേ, റബ്ബേ മഴ ഞങ്ങൾക്ക് പറ്റ ഒഴിവാക്കരുതേ റബ്ബേ, റബ്ബേ വെള്ളപ്പൊക്കം രക്ഷപ്പെടുത്തണം റബ്ബേ. ഒരു മുഅ്മിൻ നേരം വെളുത്താൽ വൈകുന്നേരമാകുമ്പോഴേക്ക് റബ്ബേ 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 യാ ഇലാഹി യാ ഇലാഹി യാ ഇലാഹി എന്ന് നമ്മൾ അറബിയിലും പടച്ചോനെ എന്ന് മലയാളത്തിലും വിളിച്ചിട്ട് വൈകുന്നേരം നമ്മളെ അക്കൗണ്ട് ഒരുപാട് നിറയേണ്ടതുണ്ട് അല്ലേ? നിറയേണ്ടതുണ്ട്. ഒരു ചെറിയ കുട്ടി ഉമ്മാനെ വിളിക്കൂലേ? ഉമ്മാനെ ചെറിയൊരു കുട്ടി, 2.5 വയസ്സായ കുട്ടി, 3 വയസ്സായ കുട്ടി, ഉമ്മ അമ്മ ഉമ്മ. അപ്പം നമ്മളറിയും ഇടങ്ങേറാക്കല്ലോ, എന്നാലും വിളിക്കും. അതാണ് അവന് അറിയുന്നത്, അവൻ്റെ ഇഷ്ടമാണത്. അപ്പൊ ഇഷ്ടമുണ്ടാവുമ്പോൾ റബ്ബേ 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 യാ ഇലാഹി യാ ഗഫൂർ യാ വദൂദ് യാ റഹീം യാ റഹ്മാൻ, പടച്ചോനെ കാക്കണേ റബ്ബേ, റബ്ബേ ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ, റബ്ബേ കടം വരുത്തല്ല റബ്ബേ എന്ന് പറയേണ്ടവനാണ് ഒരു മുഅ്മിൻ. നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നുമുണ്ടാകും. എന്നാൽ ചില നാടുകളിലൊക്കെ തലേക്ക് തേങ്ങ ചാടുമ്പോൾ മാത്രമാണ് റബ്ബെ അറിയാം. ബാക്കിയുള്ള സമയമൊക്കെ സൃഷ്ടികളെ വിളിച്ചു തേടുകയും സൃഷ്ടികളോട് രക്ഷ ചോദിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. പക്ഷെ ഉമ്മത്തിനതില്ല. ഉമ്മത്തിലുള്ള ആരും അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് മുതിരാറില്ല. നമ്മളുടെ ഏതെങ്കിലും കാലത്ത്, അറിവില്ലായ്മയുടെ കാലത്ത് മരിച്ചുപോയ മഹാത്മാക്കളെയോ അല്ലെങ്കിൽ ലോകത്തോട് വിട പറഞ്ഞ വഫാത്തായ പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ വഫാത്തായ ഉസ്താദുമാരെയോ ഒക്കെ വിളിച്ചു തേടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അറിവുണ്ടായപ്പോൾ, അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ ആ സ്ഥാനത്ത് മുഴുവൻ അള്ളാഹുവിനെ ആക്കി. അതുകൊണ്ട് നമ്മളുടെ ആ ചൈതന്യം നിലനിൽക്കുന്നു. ഉമ്മത്തിനെ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസരംഗത്ത് ചൈതന്യമുണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് വിഷമങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു അല്ലേ? ഒരു ദീനിലാണ്, ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ചിലപ്പോൾ അങ്ങാടിയിൽ വന്നിറങ്ങിയാൽ അവനെ പലപ്പോഴും പലരും ഇങ്ങനെ പലതും പറയും, അല്ലെങ്കിൽ അവനെ സംശയിക്കും, അല്ലെങ്കിൽ ഒരു താടിയും ഒരു തൊപ്പിയും ഒക്കെ ഉള്ള ഒരാളെ കണ്ടാൽ ഉടനെ ചിലപ്പോൾ അവൻ തീവ്രവാദിയാണ് ധരിച്ചു പോകും. അങ്ങനെ നല്ലത് ചെയ്യുന്ന, തിന്മ ചെയ്യാത്ത, KSRTCക്ക് കല്ലെറിയാത്ത, ഏതെങ്കിലും പോലീസുകാരൻ്റെ തൊപ്പി തെറിപ്പിക്കാത്ത, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ലാത്തി കൊണ്ടടിക്കാത്ത, ഏതെങ്കിലും ഒരു മനുഷ്യനെ വടി കൊണ്ട് തല്ലാത്ത ഒരു മനുഷ്യനും ഈ രാജ്യത്തിനോ ഈ കേരളത്തിനോ ഒരു ഉപദ്രവവും ചെയ്യാതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ പള്ളി കയറി നിസ്കരിക്കണ ഒരാളെ കണ്ടാൽ ചിലർ പറയും അവൻ രാജ്യദ്രോഹിയാണ്, അവൻ ഈ നാട്ടിൽ നിന്ന് ചിലപ്പോൾ അവൻ ഇതിൻ്റെ അവകാശികൾ എന്നൊക്കെ പറയും. പക്ഷേ വിശ്വാസപരമായി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ പാടില്ല. അവൻ KSRTCക്ക് കല്ലെറിയാൻ പാടില്ല, പിന്നെ വാഹനങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, അവൻ ഏതെങ്കിലും ഒരു ഓഫീസ് അടിച്ചു തകർക്കാൻ പാടില്ല. ഇതൊക്കെ ഭീകരവാദവും തീവ്രവാദവുമാണ്. കാരണം നാം ചെയ്യുന്ന തിന്മയാണ് നമ്മളുടെ ജീവിതത്തിൽ ഭീകരത എന്ന് പറയുന്നത്. പക്ഷെ ഒരു മുഅ്മിൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, മനുഷ്യന് മേലൊരു കാലം വരാനുണ്ട്, അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, മതത്തിൽ അവൻ ക്ഷമിച്ചു നിൽക്കുന്നുവെങ്കിൽ കൽ ഖാബിലി അലൽ ജംർ, തീക്കണലിന്മേൽ പിടിച്ചു നിൽക്കുന്ന അനുഭവം. വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ അനുഭവപ്പെടും. എല്ലാവരും ആക്ഷേപിക്കും, എല്ലാവരും കുറ്റപ്പെടുത്തും. ചിലപ്പോൾ അവൻ മോശക്കാരനാണെന്ന് പറയും, ചിലപ്പോൾ അവൻ രാജ്യദ്രോഹിയാണെന്ന് ആരെങ്കിലും പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവൻ ഒന്നിനും പറ്റാത്തവനാണെന്ന് പറയും.
അതൊന്നും പറഞ്ഞാലും എന്നാ ഇനി കുറച്ച് അക്രമം ചെയ്യാ എന്ന് വിചാരിക്കാനില്ല ഇസ്ലാം പറയുന്നു, ക്ഷമിക്കുന്നവൻ അവസാന കാലമെത്തുമ്പോൾ മതരംഗത്തുൾക്കൊണ്ടുകൊണ്ട് ക്ഷമിക്കുന്നവൻ തീക്കണലിന്മേൽ പിടിച്ചവനെ പോലെയാകും. ജീവിതം ഒരു പരീക്ഷണത്തിന് അള്ളാഹ് നമുക്ക് നൽകിയതാണ്. അത് പല പരീക്ഷണങ്ങളും അതിലും ഉണ്ടാകും. ചിലപ്പോൾ കൊടുങ്കാറ്റായിരിക്കും, ചിലപ്പോൾ ഭൂകമ്പമായിരിക്കും, ചിലപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നായിട്ട് വെള്ളം ഒഴുകി വരലാകും. നമ്മളെ എല്ലാ വഴിയും മുട്ടിപ്പോകുന്ന അവസ്ഥ വരും. കാരണം ഇത് ദുനിയാവാണ്, ഇത് സ്വർഗമല്ല. ഈ ദുനിയാവിൽ നമ്മളിപ്പം ഇനി ഒരു കാറ്റും വന്നില്ല, ഒരു കോളും വന്നില്ല, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായില്ല, ഒരു ഭൂമിയും കുലുങ്ങിയില്ല, ഒരു ആക്സിഡന്റ് ഉണ്ടായില്ല. എന്നാലും എത്ര പോവുക? 150 കൊല്ലം വരെ പോവുമോ? 200 കൊല്ലം വരെ മൂപ്പർ ഇതുവരെ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറയാൻ പറ്റുമോ? ഒരാളുടെ വൃക്ക മാറ്റി വെച്ചു, അയാളുടെ 50-ാമത്തെ വയസ്സിൽ പുതിയ 2 വൃക്ക വെച്ചു. അദ്ദേഹത്തിന് ഒന്നും കൂടി ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ അയാളെ കരളും മാറ്റിവെച്ച്, അദ്ദേഹത്തിന് ഒന്നുകൂടി ജീവിക്കാനുള്ള പൂതി കൊണ്ട് ഹാർട്ടും മാറ്റിവെച്ച്. അപ്പൊ മൂപ്പർ ആരാ? ബോഡിപ്പണി മാത്രമേ കഴിയാത്തുള്ളൂ, ഉള്ളു മുഴുവൻ പുതിയത് ന്യൂ അല്ലേ, ന്യൂ ആക്കി. എന്നാലും അയാളെ ആയുസത്രേ? ഇനി ഒരു 100 കൊല്ലം കൂടി നിൽക്കുവോ? ഇല്ല. അയാളും ആ തിരിച്ചു വിളിക്കപ്പെടുമ്പോൾ ഇവിടെ നിന്ന് പോകണം. അതാണ് നാഥന്റെ വിധി. ഹിന്ദുവായ മനുഷ്യൻ ഈശ്വരൻ എന്ന് വിളിക്കുന്ന, മുസ്ലിമായ മനുഷ്യൻ അള്ളാഹു എന്ന് വിളിക്കുന്ന, ക്രിസ്ത്യാനിയായ മനുഷ്യൻ യഹോവ എന്ന് വിളിക്കുന്ന, നമ്മളെല്ലാവരും കൂടി ചില നേരത്ത് പടച്ചോനെ എന്ന് വിളിക്കുന്ന ആ നാഥന്റെ കമ്പനിയിൽ നിന്നാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളെയൊക്കെ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ ചെന്നിട്ട് എല്ലാവരും വിരലൊക്കെ വെച്ചു കൊടുത്തല്ലോ, വിരലൊക്കെ തിരിച്ചു കിട്ടുകയും ചെയ്തിരിക്കണം അല്ലേ? വിരലൊന്നായിട്ടാണ് കൊണ്ടുപോയിട്ടില്ല, വിരലൊക്കെ തിരിച്ചു തന്നു. വിരലൊക്കെ തിരിച്ചു തന്നപ്പോൾ നമ്മൾ ഇത്രത്തോളം വിചാരിച്ചിട്ടില്ല. നമ്മളെ വിരൽ വെച്ച്, പെണ്ണുങ്ങളെ വിരൽ വെച്ച്, എളാപ്പാൻ്റെ വെച്ച്, മൂത്താപ്പാൻ്റെ വെച്ചൊക്കെ വേറെ വേറെ വെച്ച്. ഇപ്പം റേഷൻ പീടിയെ പോയാൽ ഈ പറഞ്ഞ 5 ആള് പോയാലേ ഓല അരി പാസ്സായി കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? റേഷൻ കടയിലെ സിവിൽ സപ്ലൈസ് നമ്മളുടെ വിരലിൽ ഇടപെട്ടിട്ടില്ല. അള്ള ഇടപെട്ട വിരൽ അവർ ഉപയോഗപ്പെടുത്തി. അള്ളാഹു ഇടപെട്ട വിരൽ അക്ഷയ കേന്ദ്രം ഉപയോഗപ്പെടുത്തി അല്ലേ? അള്ളാഹു നിർണയിച്ച വിരലറ്റത്തെ UID ഉപയോഗിച്ചു, ആധാർ കമ്പനി ഉപയോഗിച്ചു എന്നതാണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. വിരലറ്റത്തെ ക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു അല്ലേ? നമ്മളിങ്ങനെ ആളറിയാതെ നടക്കുകയാണ്, നമ്മളെ ആരും അറിയില്ല, നമ്മളെ നാട്ടുകാരൊന്നും അറിയില്ല, SIക്ക് പിടുത്തം കിട്ടൂല, അതേപോലെ തന്നെ CIക്ക് നമ്മളെ അറിയില്ല, ഞാൻ ആരാന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളൊരുക്ക കൈ കാണിച്ചപ്പോൾ CI നമ്മളെ വിളിച്ചു കൊണ്ടേ, എന്നിട്ട് നമ്മളെ വിരൽ വെച്ച് നോക്കി, നമ്മളെ പേര് പറഞ്ഞു, നമ്മുടെ ഉപ്പാൻ്റെ പേര് പറഞ്ഞു, നമ്മുടെ ഉമ്മാൻ്റെ പേര് പറഞ്ഞു, നമ്മളെ വീട്ടുപേര് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇപ്പം ഇത് കൊണ്ടിപ്പോൾ SI പറഞ്ഞു, CI ഏതായാലും അറിഞ്ഞിട്ടില്ല, കാരണം മൂപ്പരത് നോക്കാത്തോണ്ട്. അതല്ല, DGP അറിഞ്ഞില്ലല്ലോ, പിന്നെ നമ്മളെ നാട്ടിലുള്ള ബാക്കിയുള്ളവരൊന്നും അറിഞ്ഞില്ലല്ലോ. സമാധാനിച്ചു പോരുമ്പോൾ ഓർക്കുക, പടച്ചോൻ അറിഞ്ഞതുകൊണ്ട് അബലൊക്കെ അത് അറിയണത് അല്ലേ? ഇവരൊക്കെ അറിഞ്ഞ് പടച്ചോൻ അറിയില്ല എന്നല്ല, ഇവരൊക്കെ അറിഞ്ഞത് പടച്ചോൻ അറിയിച്ചത് കൊണ്ടാണ് ഇവരൊക്കെ അറിഞ്ഞത്. അള്ളാഹു ഭൂമുഖത്ത് നമുക്കൊക്കെ വ്യത്യസ്തമായ വിരലറ്റത്തെ അള്ള തന്നിട്ടുണ്ട്. നമുക്ക് ചിപ്പുണ്ട് അല്ലേ? 2000 ചിപ്പുണ്ടോ, 500 ചിപ്പുണ്ടോ, അതൊക്കെ കേന്ദ്ര റിസർവ് ബാങ്ക് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ നമുക്കാർക്കും ഇല്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞില്ല, നമുക്കൊക്കെ ചിപ്പുണ്ട്. നിങ്ങളുടെ വിരലറ്റത്തെ ക്രമീകരിച്ചവനാണ് അള്ളാഹു. മത്തായി മാസ്റ്ററുടെ പറമ്പ് അദ്രയമാന്റെ വിരലുമ്മക്ക് പോയിട്ടില്ല, അദ്രയമാന്റെ പറമ്പ് കണാരേട്ടന്റെ വിരലുമ്മ പോയി എത്തിയിട്ടില്ല, കണാരേട്ടന്റെ പറമ്പ് മത്തായി സാറെ വിരലുമ്മക്കും പോയിട്ടില്ല. കാരണം മത്തായി ക്രിസ്ത്യാനിയാണെങ്കിൽ, അബ്ദുറഹ്മാൻ മുസ്ലിം ആണെങ്കിൽ, കണാരേട്ടൻ ഹിന്ദു ആണെങ്കിൽ വിരലൊക്കെ വ്യത്യസ്തമാണ്. അതൊക്കെ ഒരേ കമ്പനിയിൽ നിന്ന് തന്നെയാണ്. ആ സിട്ടാവിനെ, ആ രക്ഷിതാവിനെ നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നു. റബ്ബേ യാ ഇലാഹി യാ ഗഫൂർ യാ വദൂദ് യാ റഹ്മാൻ. അള്ളാഹുവേ, ഈ വിളി 99 നാമങ്ങൾ അസ്മാ ഉൽ ഹുസ്ന,
അതായിരിക്കണം നമ്മുടെ സൗഭാഗ്യത്തിൻ്റെ അടയാളം. ആ ഒരു സൗഭാഗ്യം ലഭിക്കുമ്പോൾ നമ്മൾ അള്ളാനെ മറക്കാൻ പാടില്ല. നമുക്കൊരു വീട്, ഇപ്പോൾ വരുന്ന വഴിയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. മുമ്പ് കാലത്തൊക്കെ നമുക്ക് ഒരുപാട് പരീക്ഷണം ഉണ്ടായിരുന്നു. എവിടെങ്കിലുമൊക്കെ കിടന്നുറങ്ങി പീഡിയ കൊലയിലൊക്കെ ആയിരുന്നു പലരുടെയും അഡ്രസ്സ് അല്ലേ. എന്നൊക്കെ ഭൂമിയായി, വീടായി, വീടിന് രണ്ടാമത്തെ നിലയായി. അതേപോലെ തന്നെ അതിനനുസരിച്ച് നമ്മളും ഒക്കെ ഏകദേശം ഓരോ നിലയിലായി. അങ്ങനെ നമുക്ക് ശമ്പളമായി, നമുക്ക് വരുമാനമായി, എല്ലാമായിട്ടും നിങ്ങളിങ്ങനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. കാരണം എന്താ? അള്ളാഹുവിൻ്റെ സ്വത്താണിത്, എല്ലാം റബ്ബ് നൽകിയതാണ്. നമ്മുടെ റൂഹിനെ അള്ള തന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളതാണെന്ന് പറയാൻ പറ്റുന്നത്. ഒരു മയ്യത്തും നെഞ്ചത്ത് കയ്യച്ചിട്ട് എൻ്റെ പറമ്പ അത് ആരുമൊക്കെ കിടക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മയ്യത്ത് ഒരു വീട്ടിൻ്റെ അട നിന്നിട്ട് ഇവിടേക്ക് കയറാത്ത മൂത്താപ്പ ഇന്ന് കയറണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണം മൂപ്പറ ഉള്ളുന്ന് പോയതോടുകൂടി ഉള്ളുന്നെല്ലാം പോയി. ഉള്ളുന്ന് പോയതോടുകൂടി എല്ലാം പോയി. ഇനി അദ്ദേഹത്തിനൊരു അധികാരവുമില്ല. അഥവാ അള്ള പിൻവലിക്കുമ്പോൾ പോകുന്ന അധികാരമാണ് നമ്മളുടെ. അതുകൊണ്ട് അള്ള തന്നതാണ്. കൈഫ ബിക്കും ഇദാ ഗദാ അഹദുക്കും ഫീ ഹുല്ലത്തിൻ വറാഹ ഫീ ഹുല്ലത്തിൻ. രാവിലെ ഒരു വസ്ത്രവും അത് കഴിഞ്ഞാൽ ഒരു വസ്ത്രവും അത് കഴിഞ്ഞാൽ മറ്റൊരു വസ്ത്രവും മാറാവുന്ന വലിയ ഖൈറുള്ള ഒരു കാലം നിങ്ങൾക്കുമ്മത്തേ വന്നാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഭക്ഷണത്തിൻ്റെ ഒരു പാത്രം മുന്നിൽ വരികയും അത് തിന്നു തീരുമ്പോഴേക്ക് അടുത്ത പാത്രം വരികയും അത് തിന്നു തീരുമ്പോഴേക്ക് അടുത്ത പാത്രം വരികയും ചെയ്യുന്ന ധന്യതയുടെ കാലം വന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് ചോദിച്ചു, വസതർതും ബുയൂതകും കമാ തുസ്തറുൽ കഅബതു. നിങ്ങളുടെയൊക്കെ വീടുകൾ കഅബയെ പോലെ അലങ്കരിക്കപ്പെടുന്ന, കഅബ കാണുമ്പോൾ കൗതുകം തോന്നാതെ അതിനേക്കാളൊക്കെ അലങ്കരിക്കപ്പെട്ട സ്വന്തം വീടിനോട് കൗതുകമൊക്കെ തോന്നാൻ മാത്രം നിങ്ങളുടെ വീട് അലങ്കരിക്കപ്പെടുകയും ആ സൗകര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വഹാബികൾ പറഞ്ഞു, അള്ളാന്റെ റസൂലേ, പട്ടിണിക്കാലത്ത് അന്നം കിട്ടിയാൽ, വസ്ത്രം കീറിയ കാലത്ത് വസ്ത്രം ഞങ്ങൾക്ക് നേരത്തിന് കിട്ടിയാൽ, ഞങ്ങൾക്ക് വീടില്ലാത്ത കാലത്ത് ഞങ്ങൾക്കുറങ്ങാൻ കൊട്ടാരം ലഭിച്ചാൽ ഞങ്ങളന്ന് സൗഭാഗ്യത്തിലാകും, ഞങ്ങളന്ന് സൗഭാഗ്യത്തിലാകും, ഞങ്ങളുടെ പട്ടിണി മാറും, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഒഴിവാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മിനിറ്റ് സമയം നിശബ്ദനായി നിന്നുകൊണ്ട് പറഞ്ഞു, ലാ അൻതുമുൽ യൗമ ഖൈറും മിൻകും യൗമഇദിൻ. ആ ഐശ്വര്യം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ മറക്കും. ആ ധന്യതയേക്കാൾ നല്ലത് സ്വഹാബികളായ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പാപ്പരായ കാലം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പരിചയപ്പെടുത്തി കൊടുത്തൊരു കാലമാണത്. കാരണം എല്ലാ സൗകര്യം വരുമ്പോൾ നമുക്ക് അള്ളാനെ മറക്കും. എല്ലാ ഹൈറും വരുമ്പോൾ നമുക്ക് അള്ളാനെ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലാൻ നമ്മൾ മറക്കും. ഭക്ഷണം കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയാൻ നമ്മൾ മറക്കും. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള ദുആ നമ്മൾ മറക്കും. വീടുണ്ടായാൽ വീട്ടിൽ കിടന്നുറങ്ങണ ദുആ നമ്മൾ മറക്കും. കിടന്നുറങ്ങണതിൻ്റെ മുമ്പ് ഇശ നിസ്കരിച്ചോ എന്ന് ആലോചിക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. കാരണം വാട്സപ്പ് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് കഴിഞ്ഞാൽ വാട്സപ്പ്, വാട്സപ്പ് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, അപ്പോഴേക്കാരം ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടില്ലല്ലോ, ഇനി എന്തൊക്കെ കണ്ട് നോക്കാനുണ്ട്. അല്ലോ, ഈ 12 മണിയായില്ലേ, പിന്നെ നമ്മൾ കിടക്കുക. എവിടെ? നമ്മൾ മറക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അങ്ങനത്തെ ഒരു ഖൈർ എൻ്റെ ഉമ്മത്തിന് വന്നാൽ ഞാൻ പേടിക്കണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട് കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ വീട്ടിലൂടെ എൻ്റെ ഉമ്മത്തിൻ്റെ നാശം കാണുന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എന്താ റസൂലേ? അല്ല, സൗഭാഗ്യത്തുമ്പോൾ അള്ളാനെ മറക്കും, സൗഭാഗ്യത്തുമ്പോൾ അള്ളാനെ മറക്കും. എന്തിനാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്? നമുക്ക് സൗഭാഗ്യമെത്തുമ്പോൾ ഓർക്കുക, നമ്മൾ തീരെ മറക്കാത്തവരാവുക, അള്ളാനെ കൂടുതൽ ഓർക്കുക. എവിടൊക്കെ വഅളുണ്ടോ വഅളുള്ളിടത്തൊക്കെ പോവുക, എവിടൊക്കെ ജുമാ നടക്കുന്നുണ്ടോ എല്ലാ ജുമാക്കും പങ്കെടുക്കുക, എവിടൊക്കെ ആരാധന നടക്കുന്നോ ആരാധനയിലൊക്കെ പങ്കെടുക്കുക. എല്ലാ ദീനിൻ്റെ കാര്യത്തിലും മുന്നിലുണ്ടാവുക, ദീനിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക? മുന്നിലുണ്ടാകുക. അങ്ങനെയാണല്ലോ എല്ലാ കാര്യത്തിനും മുന്നിൽ ഉണ്ടാകണം. നമ്മളിങ്ങനെ ഭക്ഷണം, യാത്ര പോകുമ്പോഴാണ് റോട്ടിൽ ഒരു കുഴിമന്തിൻ്റെ മണം ഇങ്ങനെ വരുന്നത്. നമ്മൾ പറയും, മോനെ ഈ ഒന്ന് നിർത്തിയ, പിന്നെ മനുഷ്യനാണെങ്കിൽ വിശക്കണമുണ്ട്, നേരം 12:15 നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം അല്ലേ?
അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചാണ് മുന്നോട്ട് പോയപ്പോൾ ഒരു പള്ളി കാണുന്നത് അല്ലേ. അവിടുന്ന് എന്തെങ്കിലും മണത്തോ? അവിടുന്ന് എന്ത് മണക്കാൻ? അവിടെ കുഴിമന്തി ഇല്ല, അവിടെ കബ്സല്ല, അവിടെ പിന്നെ ചുട്ട കോയില്ല, അവിടുന്ന് ആ വാങ്കല്ലേ മണക്കാനുള്ളൂ. അത് പ്രത്യേകിച്ച് ഒന്നുകൊണ്ട് മണത്തവും ഇല്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഇറങ്ങി നമുക്ക് ചെറിയൊരു നെഞ്ഞു വേദന വരുമ്പോൾ ആശുപത്രിക്ക് പോകണോ ലുഹുറുക്കരിക്കണോ, ആശുപത്രിക്ക് പോകണോ ലുഹുറുക്കരിക്കണോ, സ്വയം ഓർമ്മ വന്നു, ഒരു നെഞ്ചു വേദന വരേണ്ടി വന്നു, എനിക്കെൻ്റെ ആരാധന ഓർക്കാൻ, എനിക്കൊന്ന് പ്രഷർ കൂടേണ്ടി വന്നു, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, എനിക്ക് ഹജ്ജ് ചെയ്യാൻ സമ്പത്തുണ്ട്, എന്നാൽ ഒരു ഭാഗം കുഴയേണ്ടി വന്നു ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാൻ. ഇങ്ങനെ പരീക്ഷണത്തിന് കാത്തു നിൽക്കും അവസാനത്തെ സമൂഹം എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. നമ്മുടെ ലക്ഷ്യങ്ങൾ മാറാൻ പാടില്ല. നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നു, നമ്മളിവിടെ രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം ആകുന്നു, അങ്ങനെ വേഗത്തിലാവുമല്ല. ചിലരോടൊക്കെ ഞായറാഴ്ചയൊക്കെ ചോദിച്ചാൽ പറയേ എന്തൊക്കെയാ വിശേഷമൊക്കെ, നേരം വെളുത്ത് വൈകുന്നേരമായി. കേട്ടാ വിചാരിക്കുക ഇവനെ കൊണ്ടാണ് ഈ നാട്ടിൽ വൈകുന്നേരം ആകണമെന്നാ, ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല എന്നുള്ള നിലക്കാണ് നടക്കുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലക്ഷ്യം മറക്കും. ഓരോ ദിവസവും അവൻ കാത്തിരിക്കും, ശനിയാഴ്ച വരട്ടെ, യൗമുൽ അഹദ് വരട്ടെ, യൗമുൽ ഇസ്നൈനി വരട്ടെ, യൗമുൽ സലാസ വരട്ടെ, യൗമുൽ അർബഅ വരട്ടെ എന്നവൻ കാത്തുനിന്നിട്ടെന്താ ഒരു പ്രത്യേകിച്ചൊരു നേട്ടൊന്നും ആ കാത്തുന്നതിനനുസരിച്ച് ഉണ്ടാവൂല. കാത്തു നിൽക്കൽ ഗംഭീരായിരിക്കും, പക്ഷെ കാത്തു നിന്നിട്ടെന്താ പ്രത്യേകിച്ചൊരു കുട്ടികളെ കണ്ടില്ലേ, ചെറിയ മക്കളൊക്കെ അമ്മാ ചോറായോ 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 ചോദിക്കണ വേട്ടാ വിചാരിക്കും ആ കുക്കറിലുള്ള മുഴുവൻ തിന്നും, അവസാനം വിളമ്പി കൊടുത്ത ഒരുക്ക് വേണ്ട. ഉമ്മ ചോദിക്കും ഇതിനായിനോ ഈ കാത്തിരുന്ന് മനുഷ്യനെ ഇടങ്ങേറാക്കിയത് അല്ലേ. ഇതേപോലെ നമ്മൾ കാത്തിരിക്കും ദിവസത്തെ. പക്ഷേ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കാലം വരും ഹിമ്മത്തുഹും ബുത്തൂനുഹും, അവരുടേതായ ലക്ഷ്യം ആമാശയ പൂരണമായിരിക്കും, വശറഫുഹും മതാഉഹും, അവരുടേതായ വിഭവങ്ങളായിരിക്കും അവരുടെ ശ്രേഷ്ഠതക്ക് കണക്കാക്കുക. സാമ്പത്തികമായ ഐശ്വര്യം നോക്കിയിട്ട് ആളുകളെ ബഹുമാനിക്കാൻ തുടങ്ങും, ആളുകളെ ആദരിക്കാൻ തുടങ്ങും. ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ പള്ളിക്കൊക്കെ വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും, ഒരു അത്യാവശ്യം നല്ല ഭീതിയും വലുപ്പമൊക്കെ ഉള്ള ഒരാൾ വന്നാൽ അസ്സലാമു അലൈക്കും വലൈക്കും എല്ലാവരും കൂടി സലാം മടക്കാനും മൂപ്പര മുത്താനും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആദ്യം വന്ന വ്യക്തി ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും ആദരിക്കപ്പെടേണ്ടവൻ. കാരണം അയാൾ ഇബാദത്തെടുക്കുന്നുണ്ട്, അയാളുടെ മക്കൾ വിവാഹം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ദീനിയായ പുതിയാപ്പിളമാരാണ്, അദ്ദേഹം സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അദ്ദേഹം നോമ്പ് നോൽക്കുന്നുണ്ട്, ചിലപ്പോൾ അദ്ദേഹം സുന്നത്തടക്കം നോമ്പ് നോൽക്കുന്നയാളാ. പക്ഷേ അദ്ദേഹത്തെ ഒന്നും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിനെയൊക്കെ കല്യാണം കഴിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലല്ലോ കേട്ടോ, വന്ന് ചോദിച്ചാൽ പറയും അദ്ദേഹത്തിനൊരു മോളുണ്ട് കല്യാണം കഴിക്കാൻ, മോളൊക്കെ ഉണ്ട് കല്യാണം കഴിക്കാൻ, മൂപ്പറൊരു ആഹാരത്തൊഴിലാളിയാന്ന്. എന്താണ് ആഹാരത്തൊഴിലാളി? പള്ളിക്ക് പോവാ നിക്കരിക്കാതെ നിക്കറില്ല, അത് വേർക്കുക, പിന്നെന്തോ പണിക്കൊക്കെ ഇങ്ങനെ പോവും, മൂപ്പർക്ക് റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇല്ല. അതാണ് ഇപ്പം പറഞ്ഞത് അല്ലേ, പ്രത്യേകിച്ച് പണിയൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ വെറും പണിയല്ല, അദ്ദേഹം ഇങ്ങനെ അധ്വാനിച്ച് തിന്ന ആളാണ്. പക്ഷെ റസൂലുള്ള പറയാ, അവസാന കാലമെത്തുമ്പോൾ ഭൗതിക സമ്പത്ത് നോക്കി ആളുകൾ ശ്രേഷ്ഠത പറയാൻ തുടങ്ങും. വഖിബലതുഹും നിസാഉഹും, അവരുടെ ഖിബല സ്ത്രീയായിരിക്കും. വദീനുഹും ദറാഹിമുഹും വദനാനീറുഹും, അവരുടെ മതം എന്ന് പറയുന്നത് ദിർഹമും ദീനാറുമായിരിക്കും. ഉലൈക ശർറുൽ ഖൽഖി, അവരാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നീചന്മാർ. ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കൊരു വില പോലും ഉണ്ടായിരിക്കുന്നതല്ല. നോക്കൂ നിങ്ങൾ, നമ്മളുടെ ലക്ഷ്യം മാറും അല്ലേ. ചില ആളുകളൊക്കെ ഇങ്ങനെ സംസാര മധ്യമൊക്കെ പറയും, അല്ലക്ക നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആരാൻ്റെ മുതലൊക്കെ ഇങ്ങനെ തന്നെ, മോനെ പച്ചരി വാങ്ങണ്ടേ എന്നാ പറയാ. മറ്റേ പുഴുക്കലരിയേക്കാൾ കുറച്ചുകൂടി വില കൂടുതലാണ് പച്ചരി, എന്നാലും പച്ചരി വാങ്ങണ്ടേ എന്ന് പറയും. ഈ അരി വാങ്ങിയിട്ട് നമ്മളിത് ഭക്ഷിക്കുമ്പോൾ അനർഹമായ സമ്പത്ത് നമ്മളാരും ഭുജിക്കാറില്ല. നോക്കൂ നിങ്ങൾ, മുമ്പ് കാലത്തൊക്കെ നമ്മുടെയൊക്കെ നാടുകളിൽ സ്ത്രീധനം നോക്കിയായിരുന്നു വിവാഹത്തിൻ്റെ ധന്യത തീരുമാനിക്കൽ. ആൾക്കാരൊക്കെ കല്യാണത്തിന് പോയിട്ട് പറയും അവിടെ മുന്നിൽ വലിയൊരു കാറ് ഉണ്ട്, വലിയൊരു കാറുണ്ട്. എന്നിട്ട് അതിൻ്റെ പോരിശയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കും, ആ കാറാരാ? അത് അമ്മോശാക കൊടുത്തതാ, എരപ്പത്തരം. ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു 3 ലക്ഷം റുപ്യേൻ്റെ ഒരു കാർ അമ്മോശാക്ക കൊടുത്ത് പന്തലിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങൾ പറയേണ്ട ഏടാ എരപ്പാളി, ഈ കാറ് എനക്ക് ആവ് കിട്ടിയിട്ട് വേണം. എന്നിട്ട് അതിൻ്റെ പോരിശ പറയുന്ന ഒരു കാലുണ്ടായിരുന്നു, വലിയൊരു കാറുണ്ട്, അമ്മോശൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. എന്താണ് ആ വാക്കൊക്കെ അല്ലേ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ്. സമ്മാനം ഇന്നലെ കൊടുക്കുക, മിഞ്ഞാന്ന് കൊടുക്കുക.
അയാൾ കൊടുത്ത വലിയൊരു സമ്മാനമാണ് ഒരു പെൺകുട്ടിനെ. അപ്പോൾ പക്ഷേ ആ പെൺകുട്ടിനേക്കാൾ വില കാറിനാന്ന് മനസ്സിലാക്കിയ പൊട്ടൻ അമ്മോശാക്കിയാണ് എന്ത് ചെയ്യുക, കാറ് ഗിഫ്റ്റ് കൊടുക്കുക. അല്ലാത്ത വാപ്പെന്താ ഏറിയോ, മോനെ ആരും തൊടാത്ത ആരും സ്പർശിക്കാത്ത വിശുദ്ധയായ ദീനുള്ളൊരു കുട്ടി ഉണ്ട് എൻ്റെ അടുത്ത്, ഓളെ ഞാൻ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കും. അപ്പം അവൻ എന്ത് ചെയ്യുന്നറിയോ, എന്നെ കൊണ്ട് അത്രയൊന്നും കഴിയൂല, ഞാൻ വേണമെങ്കിൽ ഒരു 2 പവനോ അല്ലെങ്കിൽ ഒരു 3 പവനോ ഒക്കെ തരാം, നിൻ്റെ അടുത്ത് അത്ര ഗിഫ്റ്റുള്ളൂ. അപ്പോൾ അവൻ ആ ഗിഫ്റ്റ് കൊടുക്കും, അങ്ങോട്ടേ മഹറായിട്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പം അനർഹന്റെ സ്വത്ത് തിന്നാൻ ആളുകൾ തുടങ്ങും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കണ്ടേ, ഞങ്ങളുടെ ദീനാറും ദിർഹമുമാകണ്ടേ, പടച്ചവന്റെ അടുക്കലേക്ക് കടക്കാൻ നമുക്ക് രക്ഷ കിട്ടൂല. പടച്ചോന് നേർച്ച നേരാൻ നമുക്ക് നേരല്ല. അള്ളാഹ് ഇബാദത്തെടുക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു സമൂഹം. മമ്പോർത്തങ്ങളെ എന്ന സൂതിക കർമ്മിണിയുടെ വാക്ക് കേട്ട് ജനിക്കുകയും ബാല്യം കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ആ കയറിൽ ചളി പുരണ്ട് ഏലസും ഉറുക്കും കെട്ടി ബാല്യം മുന്നോട്ട് പോവുകയും ആ ബദർ ശുഹദാക്കൾക്ക് വേണ്ടി അറുത്ത പോത്തിന്റെ ഇറച്ചി തിന്ന് യുവത്വം തീരുകയും പിന്നെ മുഹിദ്ദീൻ ഷെയ്ഖെ എന്ന വാക്കുച്ചരിച്ച് ഈ ലോകത്തു നിന്ന് വിട പറയുകയും ചെയ്യുന്ന ഒരു സമൂഹം അങ്ങാലത്ത് കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വാക്ക് കേട്ട് ജനിക്കുകയും അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുകയും ഉറുക്കോ ഏലസോ ഒന്നും കെട്ടാതെ അള്ളാഹു നൽകിയ അന്നം തിന്ന് അള്ളാഹു നൽകിയ രക്ഷയുടെ ദുആ നടന്ന് മുന്നോട്ട് പോയി മദ്യം കഴിക്കാതെ തിന്മ ചെയ്യാതെ അള്ളാഹ്ക്ക് മാത്രം നേർച്ച നേർന്ന ഭക്ഷണം കഴിച്ച് അന്നം തിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ് ഇപ്പം മുസ്ലിം ഉമ്മത്ത്. അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. മുസ്ലിം ഉമ്മ മഹല്ലത്തുകളെ കൊണ്ട് സംസ്കരിക്കപ്പെട്ടു. മഹല്ലത്തുകളിൽ ഉസ്താദുമാർ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്നോ മിമ്പറിന്റെ താഴെ നിന്നോ സമൂഹത്തോട് ഖുതുബ പറഞ്ഞു പഠിപ്പിച്ചു. ഇന്ന് ആ സാംസ്കാരിക മാറ്റം, വിശ്വാസപരമായ മാറ്റം സമൂഹത്തിന് കാണുന്നു. നോക്കൂ, നിങ്ങൾ വിലപ്പെട്ടതാണ്. ഇന്നിപ്പോൾ നോക്കൂ, നമ്മളിവിടെ വഅളാണ് അല്ലേ, വഅളിന് നിങ്ങളൊക്കെ വന്നു, വഅള് നിങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഇപ്പോൾ വഅള് ഇങ്ങനെയൊക്കെ എവിടെ ഉണ്ടെങ്കിലും ഒരു വഅളുണ്ടെങ്കിൽ നമ്മൾ പോവും. എന്താ കാരണം അറിയോ, ഒരു വഅളുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു കല്യാണത്തിന് നമ്മൾ പോയി, കല്യാണത്തിങ്ങൾക്ക് എത്തുമ്പോൾ അമ്മക്കും അയാൾ ഷെയ്ക്കാൻ്റെയൊക്കെ തരും. ഷെയ്ക്കാൻ്റെയൊക്കെ തന്നി നമ്മൾ പോയിട്ട് പറയും, ഓ അത് അറിഞ്ഞുകൊണ്ട് തരുന്നല്ലോ, വന്നപ്പോൾ ഒരു ക്ലോസപ്പിൻ്റെ ചെറിയൊക്കെ ചിരിച്ച് തരികയാണ്, ഒരു നമ്മളിന്നും അത്ര കണക്ക് പെട്ടിട്ടില്ല. പിന്നെ ചോറ് തികയാതെ ആവുമ്പോഴോ, പടച്ചോനെ ചോറ് തികയാതാവുമ്പോൾ ഏട്ടൻ അഞ്ചനോട് എന്താ പറയുക അറിയോ, മോനെ പറഞ്ഞോലൊക്കെ വന്നു, അങ്ങനെയാ പറയാ. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ ഇടങ്ങേറായി ചിലയിടത്തൊക്കെ പോണേ. പക്ഷെ അള്ളാന്റെ ഇൽമ് പറയുന്ന ഒരു മജ്ലിസിൽ വന്നാൽ പേടില്ല. അവിടെ പോയാൽ പരിഗണിച്ചോ, അല്ലെങ്കിൽ ഇന്ന അവിടെ മൈൻഡ് ചെയ്തോ, അല്ലെങ്കിൽ എല്ലാവരും വന്നോ എന്നൊന്നും ആരും ചോദിക്കൂല. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ രേഖപ്പെടുത്തിയിട്ട് ഇന്നത്തെ ഈ മഞ്ഞുകൊണ്ടിരുന്നതിൽ നിങ്ങളൊക്കെ ഉണ്ടാകും, ഞാനും ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകും, ഇവരൊക്കെ ഉണ്ടാകും. ആ രേഖ നാളെ പരിഗണിക്കപ്പെടുമ്പോൾ നമുക്കത് കൂലിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? ഒന്നുകിൽ വീട്ടിലായിരിക്കും, 2 റിമോട്ട് ഉണ്ടാവും, ഒന്ന് കുട്ടീൻ്റെ ഉണ്ടാവും, ഒന്ന് ഉമ്മാൻ്റെ വേറെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും ഒരു കൊതുകിനെ കൊല്ലണ ഒരു ബാറ്റൊക്കെ പിടിച്ച് കൊതുകിനെ ഇങ്ങനെ കൊന്ന്, എന്നിട്ട് അവസാനം 25 കൊതുകിനെ ഞാൻ കൊന്ന്, കടിച്ചത് വേറെ ബാക്കി, അത് കടിക്കൽ അങ്ങനെ നടക്കുന്നുണ്ടാവും, കൊല്ലലൊരു വക കണക്കുണ്ടാവും. ഒരു കാര്യവും പ്രത്യേകിച്ചില്ല. എന്നാൽ നല്ല കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. സഹോദരിമാര് അടുക്കളയൊക്കെ അങ്ങ് പോയാൽ അവിടെ ഒരു 7 സ്റ്റാർ ഹോട്ടൽ പോലെയായി. അവസാനം ഒരു 11 മണിയാകുമ്പോൾ 250 പാത്രം ഉണ്ടാവും കഴുകാൻ. നേരത്തെ കാലത്തേക്ക് പോന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഭക്ഷണത്തും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം. അപ്പോൾ എന്ത് എൽമിയായ കാര്യങ്ങൾക്കും നമ്മൾ എത്തുന്നു, നല്ല കാര്യങ്ങൾക്ക് എത്തുന്നു. രോഗിനെ കാണാൻ നമ്മൾ പോകുന്നു, യാത്ര കഴിഞ്ഞ് വന്നവരെ കാണാൻ പോകുന്നു. ഇതൊക്കെ സൽക്കർമ്മമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒന്നിനും സമയമില്ലാത്തൊരു കാലം വരും. എല്ലാവരും വാച്ചിക്ക് നോക്കിയിട്ടാ പോവുക, പക്ഷെ ഒന്നും നടക്കണില്ല അല്ലേ. ഒരു ബസ് നമ്മളെ ഒരു 10 മിനിറ്റ് കളഞ്ഞാൽ നമ്മൾ ആ ബസ്സുകാരൻ എന്തൊക്കെ പറയുന്നറിയോ, എവിടായിരുന്നു ഈ എന്ത് പണിയാ, 11 മണിക്ക് വരുന്നല്ലേ, എന്തായാലും എന്നൊക്കെ പറയും. എന്നാൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് 1 മണിക്കൂർ പോയാലോ നമുക്ക് ആർക്കും ലാ തഖൂമ ഹത്താ യതഖാറബു സമാൻ, കാലം അടുത്തടുത്ത് വരും,
കാലം വേഗത്തിൽ കടന്നു പോകുന്ന കാലം വരുമ്പോൾ ഖിയാമം സംഭവിക്കും. ഫതകൂനു സനതു കശ്ശഹരി, ഒരു വർഷം ഒരു മാസം പോലെ കടന്നു പോകും. വശഹറു കൽ ജുംഅ, ഒരു മാസം ഒരാഴ്ച പോലെ നിങ്ങൾക്ക് കടന്നു പോകും. വതകൂനുൽ ജുംഅതു കൽ യൗമി, ഒരാഴ്ച ഒരു ദിവസം പോലെയാണ് കടന്നു പോവുക. വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ കടന്നു പോകും. വതകൂനു സ്സാഅതു കല്ലറാമതി ബിന്നാർ, ഒരു മണിക്കൂർ ഒരു വസ്തുവിന് തീ പിടിച്ചാൽ കത്തിത്തീരുന്ന സമയം മാത്രം ആയിരിക്കെ നമുക്ക് വേഗത്തിൽ കടന്നു പോകും. ആർക്കും സമയമില്ല, എല്ലാം തിരക്കിലാണ്, ഒക്കെ ഇങ്ങനെ ഓടുകയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മാനെ നോക്കാൻ നേരമില്ല, ഉപ്പാനെ നോക്കാൻ നേരമില്ല, നമ്മളെ തന്നെ നോക്കാൻ നേരമില്ല. എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഈ ടൗണിലെ ഓട്ടോറിക്ഷ ഉണ്ട്, ടൗണിൽ ഓട്ടോറിക്ഷ അവരിങ്ങനെ ഇടും അവിടെ, അങ്ങോട്ടൊന്ന് ഓടും ഇങ്ങോട്ടൊന്ന് ഓടും, അങ്ങോട്ടൊന്ന് പോയി നോക്കും ഇങ്ങോട്ടൊന്ന് വന്നു നോക്കും, കുറച്ചുകൂടി ആണ്ട് പോയി നോക്കും. അപ്പം പറയും ഗവൺമെൻറ് ആശുപത്രിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കുക, ഓട്ടം കിട്ടുകയാണെങ്കിൽ. അങ്ങനെ അവസാനം വന്നിട്ട് പറയേ ഇന്ന് കുറേ ഓടി, പക്ഷേ ഒക്കെ തെരഞ്ഞ ഓടലേ ആയതുള്ളൂ, പൈസയൊന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഓടുന്നത് കാണുമ്പോൾ ഇതൊക്കെ ട്രിപ്പാന്നാ. അല്ല, ട്രിപ്പ് തരയാണ്. നമ്മളും പലപ്പോഴും എന്താണ്, ഓട്ടമേ ഉള്ളൂ അല്ലേ. ആമിലത്തുൻ നാസിബ തുസ്ലാ നാറൻ ഹാമിയ, ഒരുപാട് പണിയെടുത്ത് ഒരുപാട് ജോലിയെടുത്ത് നാളെ ക്ഷീണിക്കുന്നവരുണ്ടാകും. തുസ്ലാ നാറൻ ഹാമിയ, നരകാഗ്നിയിൽ അവർ എറിയപ്പെടുക തന്നെ ചെയ്യും. ആമിലത്തുൻ നാസിബ, അവരൊരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ ക്ഷീണിച്ചിട്ടുണ്ട്. പരലോകത്തവർ ക്ഷീണിച്ചിട്ടുണ്ട്, ജോലി ചെയ്തതൊന്നും ഉപകരിക്കാത്ത. അപ്പോൾ അങ്ങനെയല്ല, നമ്മളുടെ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. രാവിലെ എഴുന്നേറ്റു, നമ്മുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അല്പം ഓതുക. ഒരര പേജ് നമുക്ക് ഓതാൻ ആയാൽ നമ്മൾ ഓതുക. അത് വല്യമ്മ ഓതിക്കോളും. വല്യമ്മ ഓതിയാൽ വല്യമ്മക്ക് കിട്ടും, വല്യപ്പ ഓതിയാൽ വല്യപ്പാക്ക് കിട്ടും അല്ലേ. മകൻ ഓതിയാൽ മകന് കിട്ടും, പേരക്കുട്ടി ഓതിയാൽ പേരക്കുട്ടിക്ക് കിട്ടും. അള്ളാഹു കുടുംബസമേതം ലിസ്റ്റ് എടുക്കണ പഠിച്ചോനല്ലല്ലോ. യഅ്തൂന ഫർദ, ഓരോരുത്തരും ഒറ്റക്കാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കർമ്മങ്ങളുണ്ട്, അവയൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുക. നമ്മളൊരു 18-ാമത്തെ വയസ്സിൽ യാത്ര പോയാൽ, 19-ാമത്തെ വയസ്സിൽ യാത്ര പോയാൽ, നമ്മളെ മകൾ 20-ാമത്തെ വയസ്സിൽ വഫാത്തായാൽ, നമ്മളുടെ മകൻ 21-ാമത്തെ വയസ്സിൽ വഫാത്തായാൽ, അവനിഞ്ഞ് എന്നാണ് ഒരു ആജിയാരായി വയസ്സായിട്ടൊക്കെ നന്നാകുക എന്ന് പറയാനുണ്ടോ? ഓരോ ദിവസത്ത് പോവുകയല്ലേ. ആ പോകുമ്പോൾ ആ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഉപ്പാക്ക് സന്തോഷം വേണം. എൻ്റെ മകൻ 21 വയസ്സേ ആയിട്ടുള്ളൂ, ഓന് ബോധം വന്ന ഒരു 6 കൊല്ലം പടച്ചോനെ നല്ല നിലയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്, റബ്ബേ ഓന് സ്വർഗം കൊടുക്കണേ അല്ലേ. അല്ലെങ്കിൽ എന്താ നമ്മളെ വാപ്പ പറയാ, പടച്ചോനെ മകന് 25 വയസ്സായി, ഓ 40 വയസ്സായിട്ട് നന്നാകാന്ന് പറഞ്ഞ് നടക്കേ, ഇനി എന്താ ഓൻ്റെ കാര്യത്തിൽ ചെയ്യാന്ന് എനിക്കറിയില്ല, പടച്ചോനെ ഇജ് വിചാരിച്ചത് ചെയ്തോന്നല്ലേ പറയാ അല്ലേ. നന്നാകാൻ വിചാരിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? നന്നാവുകയാണ്. വയസ്സ് നോക്കണ്ട, കാലം നോക്കണ്ട. അങ്ങനെ കാലത്തെ കാത്തിരിക്കാത്തവനായിരിക്കണം. ലാ തഖൂമ സ്സാഅ ഇല്ലാ അലാ ശിറാറിൽ ഖൽഖി, ലാ തഖൂമ സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. അവസാന കാലമെത്തുമ്പോൾ ഒക്കെ ഷെറുകളുടെ ആളുകളായിരിക്കും. നമ്മളൊക്കെ ഷെറായിരിക്കുന്നു. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായാൽ തന്നെ ഒരു ഷെറായിക്കാരൻ. നമ്മളമ്മ പറയും വല്ലാത്തൊരു ഷെറുത് അല്ലേ. നാട്ടുകാർ നമ്മളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടാൽ പറയും ഈ ഷെറുണ്ടായിട്ട് എൻ്റെ മോളെ കല്യാണം നടക്കാത്ത. കാരണം എല്ലായിടത്തും ഒരു ഷെറ്, വീട്ടിലും ഷെറ്. ഭാര്യയാണെങ്കിൽ പറയും പടച്ചോനെ ഈ ഷെറിനെ കെട്ടിയത് പെട്ടതാ, അടിയും കുത്തും തല്ലും ചീത്തയും. അവസാനം ഞാൻ മാത്രം ഉണ്ടാവും എൻ്റെ പേര് വിളിക്കണോല്, ബാക്കിയുള്ളവരൊക്കെ ഷെറ് വി പി ഷെറ് എ വി എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പൊ ആ പദത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ സ്വയം വിചാരിക്കുകയാണ് ഞാൻ വലിയ ഉപകാരമുള്ള ആളാണ് എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ നമ്മളെ കൊണ്ടൊരു ഉപകാരം ആർക്കുമില്ല, നമുക്കുമില്ല. അങ്ങനെ അവസാന കാലം അങ്ങനെയുള്ള ഷെറ് മാത്രം ചെയ്യുന്ന, ഷെറിലൂടെ ജീവിക്കുന്ന, ഷെറ് മാത്രം അനുഷ്ഠിക്കുന്ന, ഷെറ് കൊണ്ട് പറയപ്പെടിക്കുന്ന ആളുകളെ കൊണ്ട് വിളിക്കപ്പെടുന്ന ആളുകൾ വരും. അവരുടേതായ കാലത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒന്നും അവർക്കില്ല. മാത്രമല്ല ഖിയാമമാണ് സംഭവിക്കുക. നല്ലതു ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ അവർക്കുണ്ടാകണം. നോക്കൂ നിങ്ങൾ, അതിലേറ്റവും വലിയൊരു ഷെറ് പറഞ്ഞറിയോ, അള്ളാന്ന് വിളിക്കണോലെ എണ്ണം കുറഞ്ഞു 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 വരുന്ന്. അള്ളാന്ന് വിളിക്കണോരെ എണ്ണം കുറഞ്ഞു 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 കുറഞ്ഞ് കുറഞ്ഞു വരും. നമ്മൾ എന്തിനാ വിളിക്കണേ?
നമ്മുടെ ഇബാദത്തൊക്കെ കഴിഞ്ഞാൽ ദ്വാർക്കാൻ വേണ്ടി കൈ പൊക്കുമ്പോൾ എന്താ പിന്നെ സബ്ജക്റ്റ് ഒന്നുമില്ലല്ലോ, 3 മക്കൾ ഗൾഫിൽ, പിന്നെ 2 പെൺകുട്ടികളെ കല്യാണവും കഴിഞ്ഞ്, പിന്നെ എനിക്ക് പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, പിന്നെ സബ്ജക്റ്റ് ഒന്നുമില്ല. മൂപ്പർ ഇങ്ങനെ ഇരിക്കുക. 6 ടൈം ടേബിളൊക്കെ കൊടുക്കണമല്ലോ, എന്ത് സബ്ജക്റ്റ് ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉള്ളതിനോട് ചോദിക്കാനില്ല. പിന്നെ ഇപ്പം എന്താ പോരേ ചെന്നാൽ മീനും ചോറും അവിടെ ഉണ്ട്, പിന്നെ ഇപ്പോൾ കട്ടൻ ചായ ഉണ്ട്, പിന്നെ LCHF വേറെ ഉണ്ട്, പിന്നെ ഇപ്പോൾ ഞാൻ എന്തിനാ ഇപ്പോൾ ബേജാറാണ്, അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ എഴുന്നേറ്റ് പോവുക. എന്തൊക്കെ ചോദിക്കാനുണ്ട് റബ്ബേ, ഈ ദുനിയാവിൽ ഞാൻ ധന്യനാണ്, നാളെ നീ ഞങ്ങളെ നിന്ദിക്കരുത് റബ്ബേ. ഞങ്ങളുടെ ഭാര്യക്കും ഞങ്ങളുടെ കുട്ടിക്കും ഞങ്ങൾക്കെല്ലാവർക്കും നാഥാ സ്വർഗം തരണേ റബ്ബേ. ഞങ്ങളെ പിതാക്കൾക്ക് ലഭിക്കുന്നത് പോലെ, ഞങ്ങളുടെ മാതാക്കൾക്ക് ലഭിക്കുന്നത് പോലെ റബ്ബേ നീ ഞങ്ങളെ കിടത്തരുത് റബ്ബേ. റബ്ബേ കിടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഞങ്ങളെ മറക്കും, എനിക്ക് തന്നെയും മറവി സംഭവിക്കും. അങ്ങനെ ഒരു കാലം വരുന്നതിൻ്റെ മുമ്പ് അല്ലാഹുവേ നീ ഞങ്ങളെ കൊണ്ടുപോകണേ റബ്ബേ. കടം വരുത്തരുതേ റബ്ബേ, തകർച്ച സംഭവിക്കരുതേ റബ്ബേ. കണ്ണിന്റെ കാഴ്ച പോയാൽ നാഥാ നിന്റെ ഖുർആൻ ഓതാൻ എനിക്ക് കഴിയില്ല, അങ്ങനെ ഒരു അവസരം നീ വരുത്തരുതേ റബ്ബേ. കാലിനൊരു അപകടം സംഭവിച്ചാൽ പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല റബ്ബേ. നാഥാ ആരാധന മുടക്കരുത് റബ്ബേ. എന്തൊക്കെ സബ്ജക്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ദ്വാർക്കാതെ കണ്ട ആയിരക്കണക്കിന് സബ്ജക്റ്റുകൾ നമുക്കിങ്ങനെ നിറഞ്ഞു കിടക്കണം. എല്ലാം ചോദിക്കുക, ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കേണ്ട. എന്തു ചോദിച്ചോളൂ അല്ലേ? അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹ്ക്ക് വീണ്ടും വീണ്ടും ഇഷ്ടമാണ്. ഈ ഒരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവസാന കാലെത്തുമ്പോൾ അള്ളാഹെന്നൊക്കെ പറയുന്ന പോലെ എണ്ണം കുറഞ്ഞ് 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 വരുന്നു. അവസാനം വല്ലിപ്പ മാത്രമായിരിക്കും പൊരേലെ അള്ളാഹെന്ന് പറയണേ. അതും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത തലമുറക്ക് അതൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഭൂകമ്പോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കോ ഒക്കെ തരുമ്പോൾ പോലും എന്താ, നമ്മളൊക്കെ ചിലപ്പോൾ അല്ലാത്ത നേരത്തെ അല്ലാത്തോലെ വിളിച്ചാലും ആന വരേണ്ട നേരത്തോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ അല്ലാന്നെങ്കിലും വിളിക്കുമല്ലോ. ഇനി അടുത്ത തലമുറ അതിനും വിളിക്കാത്ത കാലമായിരിക്കും വരിക. ആരാ പറയണറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും സംസ്കാര സമ്പന്നരാണ്. അങ്ങനെയല്ലേ? ഒരു മുസ്ലിം ആരായിരിക്കണം? മദ്യപിക്കൂല, അവൻ വേറുള്ളവനെ കൊല്ലൂല, അവൻ വേറുള്ളവനെ ആക്രമിക്കൂല, അയൽവാസിക്ക് അവൻ സംരക്ഷണം കൊടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല മാ ലഹറൽ ഖുലൂലു ഫീ ഖൗമിൻ ഇല്ലാ അൽഖല്ലാഹു ഫീ ഖുലൂബിഹിം അർറഅബ. ഏതെങ്കിലും ഒരു സമൂഹം തമ്മിൽ പക വന്നു കഴിഞ്ഞാൽ, മനുഷ്യർ തമ്മിൽ പക പ്രത്യക്ഷപ്പെട്ടാൽ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ പേടിയിട്ട് കൊടുക്കാതിരിക്കുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര പകയാണ് അല്ലേ? വിദ്വേഷമാണ്. ഞാൻ വിചാരിക്കണത് ഞാൻ മാത്രമാണ് ശരിയെന്ന, ഞാൻ മാത്രമാണ് ശരി, മറ്റവൻ അതാണ് ഇതാണ്, അങ്ങോട്ട് സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അങ്ങനെ ആക്കാൻ പാടില്ല, മിണ്ടരുത്, പോകരുത്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഉസ്താദാകുക. ഞങ്ങളോട് പറയണം, എല്ലാവരെ കണ്ടാലും സലാം പറയണം, സലാം പറഞ്ഞാൽ മടക്കണം, എല്ലാവരെ കാണുമ്പോഴും പുഞ്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയും മൂപ്പർക്ക് സംഘടനയും ഗ്രൂപ്പൊന്നുമില്ല, മൂപ്പർ എന്താന്ന് പറയും. കണ്ടാ മിണ്ടരുത്, മിണ്ടിയാൽ സലാം പറയരുത്, സലാം പറഞ്ഞാൽ മടക്കരുത് എന്നൊക്കെ ഞാൻ ഞങ്ങളെ പഠിപ്പിച്ചാൽ ഞങ്ങളെന്താ പറയുക അറിയോ? മൂപ്പർ 1-ാം നമ്പർ ഉസ്താദാ. ഏതേ കൂട്ടരെ കാലം നേരെ തിരിഞ്ഞു പോയി. ആ പള്ളിയൊക്കെ കണ്ടാൽ നിസ്കരിക്കരുത്, ആ പള്ളിയിൽ ജുമക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും മൂപ്പർ ഒറിജിനൽ മുസ്ലിമാ. മുമ്പ് ഒരാൾ ഇങ്ങനെ ഈ രാവിലെ യാത്ര പോകുമ്പോൾ കോട്ടിട്ട് നോക്കുമ്പോൾ കോട്ടിൻ്റെ ഉള്ളിൽ കൂടി തണുപ്പ് വന്നപ്പോൾ മൂപ്പർ തല തിരിച്ചിട്ട് കോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് യാദൃച്ഛികമായി വണ്ടി മറിഞ്ഞ് വീണ് രക്ഷപ്പെടുത്താൻ ആൾക്കാർ വന്ന് നോക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു, എടോ മൂപ്പര തല തിരിഞ്ഞു പോയിക്കുന്നു. ആദ്യം തല തിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മൂപ്പർ പറഞ്ഞു കോട്ട് തിരിഞ്ഞതാണ്, തല തിരിഞ്ഞതല്ല. നിങ്ങളത് മനസ്സിലാക്കി. ഇതേപോലെ ഇസ്ലാം തിരിഞ്ഞതല്ല, നമ്മൾ തല തിരിഞ്ഞു പോയി. നിങ്ങളെ പരസ്പരം വിദ്വേഷവും അതേപോലെ തന്നെ കണ്ടുകൂടായ്മയും നിങ്ങൾ തമ്മിൽ മിണ്ടാതക്കലും കല്യാണത്തിൽ പോകാതക്കലും ഒക്കെ പഠിപ്പിച്ചാൽ ആ ഉമ്മത്തിനെ അള്ളാഹ് പേടിപ്പെടുത്തും. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ ഓനെ പേടിപ്പെടുത്തും. ഇസ്ലാം പഠിപ്പിക്കുകയാണ്, വ്യഭിചാരം പരസ്യമായി പ്രത്യക്ഷപ്പെട്ടാൽ അവർക്കിടയിലുള്ള മരണം വർദ്ധിക്കാതിരിക്കുകയില്ല.
പെട്ടെന്ന് മരിച്ചു പോവുക. 30 വയസ്സുകാരൻ ഒന്നുമില്ല, അടുക്കളയിൽ മരിച്ചു, ബാത്റൂമൊക്കെ പോകുമ്പോൾ മരിച്ചു, അറ്റാക്കായി മരിച്ചു, കസേരയിലിരുന്ന് മരിച്ചു, പേപ്പർ വായിക്കുമ്പോൾ മരിച്ചു എന്നൊക്കെ ഇങ്ങനെ കേൾക്കാം. വ്യഭിചാരം വർദ്ധിച്ചാൽ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട്, അളത്തത്തിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കാൻ തുടങ്ങിയാൽ അവർക്കുള്ള വിഭവം അള്ളാഹു കുറക്കാതിരിക്കുകയില്ല. ആളുകളെ പറ്റിക്കാൻ തുടങ്ങുമ്പോൾ, ആളുകളെ പറ്റിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു എന്തു ചെയ്യും? നമ്മളെ റിസ്ക് കുറക്കും, നമ്മുടെ വിഭവം കുറക്കും. അതിന് ഡിമ്മാണ്, ഡൗൺ ആണ് എന്ന് രണ്ട് ഇംഗ്ലീഷൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ മഹത്തായ ഫളല് മനസ്സിലാക്കിക്കൊണ്ട് ഔദാര്യം ചെയ്യണം. വിധിക്കേണ്ടവർ നിയമത്തോടെയും ന്യായത്തോടെയും വിധി പ്രഖ്യാപിക്കാതിരുന്നാൽ അവർക്കിടയിൽ രക്തം ചിന്തുന്ന കാലം വരും. വിശ്വാസവഞ്ചന വരുത്തിയാൽ, വിശ്വാസവഞ്ചന മനുഷ്യൻ വരുത്തിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം അല്ലാഹു പിടിച്ചെടുത്തുകൊണ്ട് അവന്റെ എതിരാളിയുടെ കയ്യിൽ അല്ലാഹു അധികാരം നൽകും. അടുത്ത ലോക്സഭ കഴിഞ്ഞാൽ ആരാന്നൊന്നും സംശയിക്കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിച്ചക്ക് കൊടുത്തു, ഓൻ പറ്റിച്ച് എന്നെ കെട്ടാന്ന് പറഞ്ഞീനു, എൻ്റെ മോളെ കെട്ടാന്ന് പറഞ്ഞ് ചതിച്ചതായിരുന്നു. ചതിയും വഞ്ചനയും കൂടും, പരസ്പരം ചതിക്കാൻ തുടങ്ങും. ജ്യേഷ്ഠൻ അനുജനെ ചതിക്കും, അനുജൻ ജ്യേഷ്ഠനെ ചതിക്കും, ഭാര്യ ഭർത്താവിനെ ചതിക്കും, ഭർത്താവ് ഭാര്യനെ ചതിക്കും. അല്ലേ? ഭർത്താവിനെ ഭാര്യയും കാമുകനും കൂടിയിട്ട് എന്ത് ചെയ്തു? അറുത്തു. ഭർത്താവിനെ അറുത്തു കൊന്നൂന്ന്. മുമ്പൊക്കെ ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുമ്പോൾ കോയിനെ ഇറക്കലായിരുന്നല്ലോ. ഇത് മൂപ്പര് വന്നപ്പോൾ മൂപ്പരെ തന്നെ അങ്ങോട്ട് അറുത്തു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? ഇങ്ങനെയാണ് സമൂഹം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭക്ഷണം വരുമ്പി തരുന്ന ഭാര്യയെ തീ കൊളുത്തിക്കൊന്നു, കെട്ടിട്ട് കൊന്നു എന്നൊക്കെ കേൾക്കാം. മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? മൃഗത്തെക്കാൾ, അതിപ്പോ ഒരു ആന ചവിട്ടും, ഒരു പുലി കടിക്കും, ഒരു നായ പിന്നെ കടിക്കും, പാമ്പ് കൊത്തും, പൂച്ച മാന്തും. അല്ലേ? പൂച്ച മാന്തും, പോത്ത് കുത്തും. എന്നാ മനുഷ്യൻ കുത്തും ചെയ്യും, ചവിട്ടും ചെയ്യും, മാന്തും ചെയ്യും, കടിച്ചും ചെയ്യും, ഓനെന്തും കാട്ടും. എന്താണ് അവൻ ചെയ്യാന്നുള്ളത് വരുമ്പോഴൊന്നും മനസ്സിലാവില്ല, വന്ന് ചെയ്യാൻ തുടങ്ങിയാലേ മനസ്സിലാവുള്ളൂ. അതാണ് മൃഗത്തെക്കാൾ അധപ്പതിച്ചു എന്ന് പറയുന്നത്. ശത്രുത അവൻ ഉണ്ടാക്കും. അപ്പൊ ശത്രുതയുണ്ടാകാൻ പാടില്ല, വിശ്വാസവഞ്ചന വരുത്താൻ പാടില്ല. ഭാര്യ ഭർത്താവിനെ ചതിക്കരുത്, ഭർത്താവ് ഭാര്യനെ ചതിക്കരുത്, ജ്യേഷ്ഠൻ അനുജനെ ചതിക്കാൻ പാടില്ല. രണ്ട് കൂട്ടർ കൂറ് കച്ചവടം തുടങ്ങിയിട്ട് ഒരുത്തം മറ്റോന് പാര വെക്കാൻ പാടില്ല, അടിവലി നടത്താൻ പാടില്ല. അങ്ങനെയൊക്കെ നടത്തുമ്പോൾ അള്ളാഹു ശത്രുക്കളുടെ കയ്യിൽ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അധികാരം നൽകിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് ആരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓർക്കൂ, നമ്മളുടേതായ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റുന്ന കാലം. എന്തിനായിരിക്കും നഷ്ടം പറ്റുക അറിയോ? ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുക പൊതുവായ സമ്പത്തുകൾക്കായിരിക്കുന്ന. പൊതുസമ്പത്ത് നമ്മുടെ നാടുകളിൽ ഇപ്പോൾ റോഡ് പണി നടക്കുന്നു. അൽഹംദുലില്ലാഹ്, റോഡ് പണിയൊക്കെ നിങ്ങൾ തന്നെ നേതൃത്വമൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു. പക്ഷേ അഴിമതികളുടെ ഒരു കാലം വരും. ആരാ പടയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തുഹിദൽ ഫൈഉ ദിവല, പൊതുവായ സമ്പത്ത് അഴിമതി നടത്തപ്പെടുന്ന, അതിന്റെ നിയന്ത്രണമില്ലാത്തവരെ കാലം വന്നാൽ, വൽ അമാനത്തു മഗ്നമാ, വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നത് സ്വന്തമാക്കപ്പെടുന്നവരെ കാലം വന്നാൽ, വസ്സകാത്തു മഗ്റമാ, കൊടുത്തു വീട്ടാനുള്ള സക്കാത്ത് പാവങ്ങൾക്ക് കൊടുക്കാതെ മുതലാളിമാരുടെ അക്കൗണ്ടിലും ക്രെഡിറ്റിലും അവരുടെ പോക്കറ്റിലും വെച്ച് പരിപാലിക്കാൻ തുടങ്ങിയാൽ, മതപരമായ അറിവ് നേടാനുള്ള താല്പര്യം കുറഞ്ഞാൽ, പുരുഷൻ തൻ്റെ ഭാര്യയെ അനുസരിക്കുകയും ഉമ്മാൻ അധികരിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ, തൻ്റെ ഉപ്പയോട് അകന്നു നിൽക്കുകയും തൻ്റെ ഫ്രണ്ട്സിനോട് അടുക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ, പള്ളിയിൽ ആളുകൾ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, ആരാധനാ കേന്ദ്രങ്ങൾ കോലാഹല കേന്ദ്രങ്ങളാവുകയും ചെയ്താൽ,
ഏറ്റവും തമ്മാടിയായവനായിരിക്കും ഓരോ കാര്യത്തിലും നേതൃത്വത്തിലെത്തുക. ഒരു സമൂഹത്തിലും ഒരു സമുദായത്തിലും ഏറ്റവും ദുർബലനായവനായിരിക്കും അവരുടെ നേതൃത്വത്തിൽ വരികയും ചെയ്താൽ. മനുഷ്യന്റെ ഉപദ്രവം പേടിച്ചുകൊണ്ട് എല്ലാവരും ആ ഉപദ്രവം കാരണം ആ ഉപദ്രവം ചെയ്യുന്നവനെ ആദരിക്കുകയും ചെയ്താൽ കൊടുങ്കാറ്റിനെ പ്രതീക്ഷിക്കുക, ഭൂകമ്പം പ്രതീക്ഷിക്കുക, ഭൂമി വികൃതമാക്കുന്നതിനെ പ്രതീക്ഷിക്കുക, വികൃതമാക്കുന്നതിനെയും ഭൂമി താഴ്ത്തുന്നതിനെയും പ്രതീക്ഷിക്കുക, ചരൽ മഴ വരുന്നതിനെ പ്രതീക്ഷിക്കുക, മുകളിൽ നിന്ന് ഒരു മാലയുടെ കയററ്റാൽ മുത്തുമണികൾ താഴേക്ക് വരുന്നത് പോലെ എന്നും ഓരോ പരീക്ഷണങ്ങൾ ഭൂമുഖത്തേക്ക് വരുന്നതിന് നിങ്ങൾ കാത്തിരിക്കുക. കത്രീന വന്നു, അത് പോയി, അടുത്ത കൊടുങ്കാറ്റ് വന്നു, അത് കഴിഞ്ഞപ്പോൾ സുനാമി വന്നു, അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭൂകമ്പം പ്രത്യക്ഷപ്പെട്ടു, അത് കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളപ്പൊക്കം വന്നു. എന്തെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഇങ്ങനെ നമുക്കൊരു രക്ഷല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നൊന്ന് രക്ഷപ്പെടുമ്പോൾ നമ്മൾ ഒന്നിലേക്കെത്തും, ഒന്നൊന്ന് രക്ഷപ്പെടുമ്പോൾ നമ്മൾ ഒന്നിലേക്കെത്തും. നമുക്കൊരിക്കലും ദുരിതം തീർന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അല്ലേ, ഉപ്പാനോട് അകന്നു പോകുന്നു, ഉപ്പാനോട് അകലും, കൂട്ടുകാരോട് അടുക്കും. അല്ലേ, ഉപ്പാനോട് ഉപ്പ എന്ന് വിളിക്കാൻ, പിന്നെ ഉപ്പനോട് ചോദിക്കുക, നമ്മളോട് ഒരാൾ ചോദിക്കുന്നതാരാ, എൻ്റെ പിന്നെ ഫീസൊക്കെ അടക്കണ ആള്, ഇതോ അതിൻ്റെ ചങ്ക്, അതോ എൻ്റെ ചങ്ക്, എൻ്റെ വാപ്പോ എൻ്റെ ആരും അല്ല. അങ്ങനെ നമ്മളെന്ത് ചെയ്യും? കൂട്ടുകാരോട് അടുക്കും, നമ്മുടെ ഉപ്പയോട് അകലും. അല്ലേ, പുരുഷന്മാരോട് ചോദിക്കുക, ഇതാരാ, എന്തോ എന്നെ പ്രസവിച്ചു എന്നൊക്കെ പറയണ എൻ്റെ ഉമ്മയാണ്, ഇതോ അത് എൻ്റെ പിന്നെ ലഡുവാന്ന്. പെണ്ണുങ്ങളെ ഭാര്യ ലഡുവും പഞ്ചാരിയും ഒക്കെയാ. ഉമ്മ എന്തോ ഒരു ശല്യം, ഇനിയിപ്പോൾ ഉമ്മ വേഗം പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള നിലക്കാണ് കാത്തിരിക്കുന്നത്. റസൂലുള്ളാഹി പറയാം, അവസാന കാലമെത്തുമ്പോൾ ഭൂകമ്പങ്ങളും ചരൽമഴ വർഷിക്കലുമൊക്കെ പ്രത്യക്ഷപ്പെടും. നിങ്ങളുടെ മകൻ മാപ്പയോട് അകന്നു പോവുകയും ഫ്രണ്ട്സിനോട് എടുക്കുകയും ചെയ്താൽ, ഭാര്യമാരോട് അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിക്കുകയും ഉമ്മയെ വെറുക്കുകയും ചെയ്താൽ, നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ വേർതിരിവുണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്, നല്ലവരാവുക, വിശ്വാസം കൊണ്ട് മഹിമയായ എന്തിനും. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മളൊരു പരീക്ഷണത്തിന് വിധേയാവും, ചിലപ്പോൾ നമ്മളൊരു ഭാഗം കുഴയും, ചിലപ്പോൾ നമ്മളൊരു കുഞ്ഞ് മരിക്കും, ചിലപ്പോൾ നമ്മുടെ ഭാര്യ മരിക്കും, ചിലപ്പോൾ നമ്മളെ ഭർത്താവ് പെട്ടെന്ന് മരിക്കും. ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സ് തളർന്ന് ആകെയായി കിടന്ന് ആകെ തളർന്ന് പാപ്പരായി, അങ്ങനെയല്ല, ചിലപ്പോൾ ഭയങ്കര രോഗം വരും, ചിലപ്പോൾ വൃക്ക കേടുവരും, ചിലപ്പോൾ ഹാർട്ട് രോഗിയാവും, ചിലപ്പോൾ കരളിന് ക്യാൻസർ വന്നു എന്ന് വരും. ഇതൊക്കെ വരുമ്പോഴും അള്ളയാണ് തരുന്നത്. അള്ളാൻ്റെ അടുത്തൊരു തീരുമാനം ഉണ്ടാവും. ഇനി അതൊന്നും വന്നില്ലെങ്കിലും മരിക്കൂലേ? മരിക്കും. ഇതൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുശികുൽ ഉമമു അൻ തുദാഅ അലൈക്കും കമാ തുദാഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. എൻ്റെ ഉമ്മത്തിനു നേരെ ഉമ്മത്തിന്റെ ശത്രുക്കൾ അവർ തലികയിലേക്ക് വിശന്നു വലഞ്ഞവൻ കൈയിട്ട് വാരുന്നത് പോലെ എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെ കണ്ടോടത്തൊക്കെ തോണ്ടാൻ തുടങ്ങും, എൻ്റെ ഉമ്മത്തിനെ തോണ്ടാൻ തുടങ്ങും. എന്താണ് റസൂലേ, ഏത് സമയത്തായിരിക്കും? കണ്ടോനും പോണോരും ഒക്കെ സമുദായത്തെ ഒന്ന് തോണ്ടും. അല്ലേ, ആര് പ്രസംഗിക്കുകയാണെങ്കിൽ ഒന്ന് തോണ്ടിയാൽ എല്ലാവർക്കും ഒരു സുഖമാണ്. ആ സമുദായത്തൊന്ന് തോണ്ടിയാൽ റസൂലുള്ള പറയാൻ തോണ്ടും. റസൂലേ, എന്തായിരിക്കും കാരണം? നബി തങ്ങളെ, ഞങ്ങളൊന്ന് ന്യൂനപക്ഷമാണോ ലോകത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ന്യൂനപക്ഷമല്ല, ബൽ അൻതും കസീർ, നിങ്ങൾ യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ ഭൂരിപക്ഷം തന്നെയാണ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, വെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകുന്ന പത പോലെയായിരിക്കും വിശ്വാസം. വെള്ളത്തിന്റെ മുകളിലൂടെ ഒഴുകുന്ന പത പോലെയാണ്. നിങ്ങളുടെ മനസ്സിൽ റബ്ബ് ദുർബലത ഇട്ടുതരും, എന്നിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഭയപ്പാടുകളൊക്കെ ഇല്ലാതെയാക്കും. റസൂലേ, എന്താണ് ആ ദുർബലത? ഞങ്ങളുടെ ഉമ്മത്തിന് അവസാന കാലം തരുന്ന ദുർബലത എന്താണ്? രണ്ടെണ്ണമാണ്. ഹുബ്ബുദ് ദുനിയ,
ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആക്രാന്തം, ദുനിയാവിനോടുള്ള അടങ്ങാത്ത സ്നേഹം, വകറാഹിയത്തുൽ മൗത്തി, മരണത്തോടുള്ള വെറുപ്പുമാണത്. അല്ലേ? മരണത്തോടുള്ള. ഇപ്പൊ ഒരാള് രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ചോദിക്കുക, എന്തിനാ നിങ്ങൾ നടക്കണേ? മോനെ ഒന്നുമില്ല, നോക്കായി എല്ലാവരും കുഴഞ്ഞ് വീഴുന്നുണ്ട്, അപ്പൊ കുഴഞ്ഞ് വീഴാതെക്കാൻ വേണ്ടി ഞാൻ നടന്ന് എങ്ങനെയെങ്കിലും ഒരു 100 എത്തിയാ പെൻഷൻ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല ഈ മക്കളെ പേരക്കുട്ടിൻ്റെ നിക്കാവും കൂടി ഇങ്ങോട്ട് കണ്ടിട്ട് മരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആണ്ട് നീണ്ടു കിട്ടണ കാര്യമേ ഉള്ളൂ. അതിനു വേണ്ടിയല്ല നടക്കണേ. ഉള്ള ആരോഗ്യത്തിൽ നടക്കുക, ആരോഗ്യം ഉണ്ടാവും. നിങ്ങളെന്തിനാ ആശുപത്രി പോണേ? ആശുപത്രി പോകുന്നത് രോഗത്തിന് ചികിത്സിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചികിത്സിക്കാൻ. അതിൻ്റെ ഇടക്ക് ഡോക്ടർ പറഞ്ഞു, പിന്നെ നിങ്ങളൊപ്പം ആരെങ്കിലും പോന്നിക്കണോ? ഒപ്പം ആരെങ്കിലും പോന്നിക്കണോ പറഞ്ഞാൽ അല്ലുണ്ട്. അല്ല അതല്ല ചോദിച്ചോ, ഒപ്പം ആരെങ്കിലും പോന്നിക്കണല്ലോ. ഇനി നിങ്ങൾക്ക് 3 മാസത്തെ ആയുസ്. ഓ അൽഹംദുലില്ലാ. കാരണം എന്താ അറിയോ, ഈ പറഞ്ഞാക്ക് ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. നമുക്ക് 3 മാസമെങ്കിലും ഉണ്ടല്ലോ. ഒരു കൂട്ടുകാരിങ്ങനെ ഇരിക്കുകയാണ്, ഒരേ പ്രായത്തിലുള്ള കൂട്ടുകാരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഹാർട്ട് വാൽവ് മാറ്റി വെച്ച ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും മാറി നോക്കി, തിന്നണ്ട മാറി, അറ്റാക്കൊക്കെ വന്നാ എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ ഇങ്ങനെ ആക്കുക. മൂപ്പർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇൻ്റെ ബാംഗ്ലൂരിൽ നിന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇൻ്റെത് ബാംഗ്ലൂരിൽ നിന്നാണ് ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ 3 കൊല്ലത്തെ ഗ്യാരണ്ടി പറഞ്ഞു. നിങ്ങളീന് ആരെങ്കിലും ഗ്യാരണ്ടി പറഞ്ഞു ചോദിച്ചു. ഇല്ല, നിങ്ങൾ നോക്കിക്കോളൂ, എൻ്റെ എന്തായാലും ഒരു 3 കൊല്ലത്തെ ഗ്യാരണ്ടി ഡോക്ടർ പറഞ്ഞു. നിങ്ങളത് ആരും പറഞ്ഞില്ല, നിങ്ങൾ അതിൻ്റെ പഠിച്ചു പോകുന്നു. ഇത് അഗതി. എല്ലാവരും വേറെല്ലോലെ പ്രതീക്ഷിക്കുക, പോവും. അതിൻ്റെ ഇടക്ക് ഞാൻ പോവും, അതിൻ്റെ ഇടക്ക് നിങ്ങൾ പോകും. എന്താണ് അതിൽ നിന്നുള്ള മുതൽക്കൂട്ട്? മരിക്കരുത്. ഒരു വേദന വന്നു, നമ്മൾ ഭാര്യനെ വിളിച്ചിട്ട് പറയേ, മോളെ ഒന്നും ബേജാറാകൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. കടം ഇന്നാക്ക് കൊടുക്കാണ്ട്. അപ്പൊ മക്കൾ പറയാ, വാപ്പാ കിട്ടാനുള്ളതൊന്നും നിങ്ങൾക്ക് ഓർമ്മല്ലല്ലോ. കിട്ടാനുള്ളത് ഓർമ്മല്ലേലും മക്കളെ കൊടുക്കാനുള്ളത് ഓർമ്മ. എന്തിനാണെന്നറിയോ? കൊടുക്കാനുള്ളത് ഓർമ്മിക്കന്നെ വേണം. എന്തേ കാരണം അറിയോ നിങ്ങള്? റസൂല പറയാ, അവസാന കാലത്തുമ്പോ കടമൊന്നും ആർക്കും ഒന്നും ഉണ്ടാവില്ല. കടത്തെക്കുറിച്ചൊന്നും എന്തില്ല, ആർക്കും ഒരു ബോധം ഉണ്ടാവില്ല. ഹലാലും ഹറാമും ഒന്നും ബോധം ഉണ്ടാവില്ല. കടമില്ലാതെ മരിച്ചാൽ നമ്മളൊക്കെ രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ്, ശുഹദാക്കളെ കൂട്ടത്തിലാണ്. പക്ഷേ കട ഉണ്ടാവും. ഇനിയിപ്പോ ഈ കടമൊക്കെ ഉണ്ടെങ്കിലേ നമ്മളിങ്ങനെ അവിടുന്ന് കടം വാങ്ങി, ഇവിടുന്ന് കടം വാങ്ങി, അവിടുന്ന് കൊടുത്ത് ഇവിടുന്ന് ആണ്ട് കൊടുത്ത് വെറുതെ പാവപ്പെട്ടവനല്ല കടം, മുതലാളിക്കാണ് കടം. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവസാനം മരിച്ചിട്ട് മഹലിൽ മെഹ്റാബ് കൊടുന്നേക്കും. എന്നിട്ട് പറയും, പിന്നെ സഹോദരന്മാരെ ഇന്നയാൾ ഒതുണ്ടാക്കിക്കണോ ചോദിച്ചു. ഒതുണ്ടാക്കി കഴിഞ്ഞാൽ എന്നാ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, ഒതുണ്ടാക്കണം, അച്ഛൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാണ്ട്, പിന്നെ ഇന്നയാൾ മരിച്ചിന് കടവും, പിന്നെ ഇവിടെ ഇരിക്കണേ അബ്ദുറഹ്മാൻ, ഇപ്പുറത്ത് നിൽക്കണേ ആ ബോക്കറു, പിന്നെ ഓനെന്ത് ഏൽക്കാൻ പോയിട്ട് ഇത് കേട്ടിക്കണോ? ഇല്ല, നിങ്ങൾ ആരെങ്കിലും ഒക്കെ മയ്യത്ത് കരിക്കണ്ടേ? അല്ല, ഇത് ക്ലിയർ ആയിട്ടൊന്നും അല്ല പറയാ. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വന്ന് ചോദിച്ചൂലേ ആൾക്കാര്. അപ്പൊ ഏറ്റാണ്. അപ്പൊ ഓമെല്ലാം വേറെന്തോ ഒരു മാറാലട്ട ഒരു ആംഗ്യം കാണിക്കും. ഇതാണ് കടയേറ്റെടുക്കണേ കേട്ടോ. ഇവലോടൊന്നും ആരും വന്ന് ചോദിക്കൂല. ആൾക്കാരെന്താ പറയാലോ, ഏതായാലും മയ്യത്തായി പോയില്ലേ, അത് വെറുതെ എന്തിനാ നിൽക്കണേ. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമുക്ക് സഹോദരിമാരെ കടം വരുത്തണ്ട. അനാവശ്യ ചെലവ് വരുത്തിയിട്ട് നമ്മൾ കടം വരുത്തണ്ട. വരുന്ന കട ഏതായാലും ഉണ്ടാവും. അത് റസൂല പറയാ, അവസാന കഥം ഹലാലും ഹറാമും ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അവസാന കാലം എങ്ങനെ എത്തും, എത്രത്തോളം എന്ന് വെച്ചാൽ വകറാഹിയത്തുൽ മൗത്ത്, മരിക്കണം എന്ന് ആർക്കും ഒരു പേടില്ല. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ എന്തിനാ തിങ്കളാഴ്ച മരിച്ചു, ഞായറാഴ്ച മരിച്ചുകൂടാ, മനുഷ്യന് ലീവും ഇല്ല, പിന്നെ ഇന്നിപ്പോൾ പീടിയ തുറക്കണ്ടേ, മരിച്ചത് തന്നെ ഒരു ഷെറായി പോയി എന്നുള്ളിടത്ത് ഇങ്ങനെ ചിലർ പറയും, ഞാൻ മരിച്ചു കൊടുത്ത് പോകില്ല, അല്ലോ പേടിയാന്ന്. അള്ളാനെ പേടിച്ചാത്തവന് മരണത്തെ പേടിച്ചുകൊണ്ടാണ്. എന്നിട്ട് എന്താ കാര്യം ഉണ്ടോ? ഇല്ല. മരിച്ചു കൊടുത്ത് പോണെന്തിന് പേടിക്കണം? മരിച്ചെടുത്ത് പോയി അയാൾക്ക് വേണ്ടി ദ്വാർന്ന് അയാൾ പള്ളിയിൽ ചെന്ന് അയാൾക്കും വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് ഖബർസ്ഥാനിൽ പോന്നാൽ ഉഹുദ് മലയോളം സ്വർണത്തിന്റെ കൂലി അയാൾക്ക് കിട്ടും. അതിന് ഉഹുദ് മല കണ്ടു. അൽഹംദുലില്ലാ, ഞങ്ങൾ കണ്ടു. അത്ര പുണ്യമാണ് അല്ലേ? സഹോദരിമാര് മരിച്ച വീട്ടിൽ പോകുന്നു, അവിടുന്ന് ഒളു ചെയ്യുന്നു,
മരിച്ച വീട്ടിൽ ആ മയ്യത്ത് അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് വേണ്ടി നിസ്കരിക്കുന്നു, നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. അല്ലാതെ മരിച്ചു എന്ന് നോക്കുമ്പോൾ ആ ഓ പാവേന്ന് പറഞ്ഞിട്ട് എന്താ മൂക്കൻ്റെ വിരല് പോയി എന്നല്ലാണ്ട് എന്താ, അയാൾക്ക് വേണ്ടി അവിടെ പോയി 2 റക്അത്ത് മയ്യത്ത് നിസ്കാരമൊക്കെ നിസ്കരിച്ച്, മയ്യത്ത് നിസ്കാരമൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചു എന്നല്ലാതെ അത് നിർവഹിക്കാൻ നമുക്ക് ആകാറില്ല. ഗ്രഹണ നിസ്കാരം മദ്രസയിൽ നിന്ന് പഠിച്ചാണ്. എത്ര ഗ്രഹണം നമ്മൾ ജനിച്ചിട്ട് 10-60 ഗ്രഹണം കഴിഞ്ഞു പോയി, പക്ഷേ ഞമ്മക്ക് അതിനൊരു ഗ്രഹണം ഇല്ലാതെ പോയില്ലേ. മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം നമ്മൾ പഠിച്ചു, മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം നമുക്ക് നിസ്കരിക്കണം. മഴ ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ അറിയാറോ, മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം അല്ലേ, മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം നാളെയാ, മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം നാളെയാണല്ലേ. അതുപോലൊക്കെ നിൽക്കരിക്കുമ്പോൾ മഴ കിട്ടുമല്ലോ, അപ്പം നമുക്ക് മെല്ലെ വെള്ളം കാട്ടിയിട്ട് വെള്ളം കുടിക്കുക. ഇങ്ങനെ എല്ലാത്തൊന്നും നമ്മൾ ഒഴിഞ്ഞു നടക്കും. പക്ഷെ കുഴിമന്തി കവസിയൊന്നും നമുക്ക് ഒഴിവായിക്കൂടാ, ആ കാര്യത്തിൽ തോന്നുന്ന പോരാ. അപ്പോൾ എല്ലാത്തിലും നമ്മളുടെ ഇൻവോൾവ് ഉണ്ടാണ്. മയ്യത്ത് നിസ്കാരമായിരുന്നാലും ഗ്രഹണ നിസ്കാരമായിരുന്നാലും മഴക്ക് വേണ്ടിയുള്ള നിസ്കാരമായിരുന്നാലും സുന്നത്തായ നോമ്പുകൾ എല്ലാവരുടെ ഇൻവോൾവ്. അപ്പോഴാണ് നമുക്ക് മരിക്കാനുള്ള പൂതി ഉണ്ടാവുള്ളൂ. ഒരു കർമ്മം ഇല്ലാത്തവന് മരിക്കണത് പേടി തന്നെ ആയിരിക്കും. ഒരു അല്ലേ, കുട്ടികൾ കണ്ടില്ല നിങ്ങൾ, പരീക്ഷ എന്ന് പറഞ്ഞ ബേജാറാണ് കുട്ടികളെ കണ്ടുപോകുമ്പോൾ. ഓനൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചില്ല. പഠിച്ച കുട്ടിക്ക് പരീക്ഷ വരാനുള്ള പൂതിയാണ്, കർമ്മങ്ങളുള്ളവൻ അത് വരാനുള്ള പൂതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ തിന്മ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഏറ്റവും വലിയ നന്മ ഉണ്ടാകണം. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഇന്നകും ലതഅമലൂന അഅമാലൻ യഅദഖും ഫീ അയുനികും മിനശ്ശർ കുന്നാ നഉദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. പാപങ്ങളുടെ ഗൗരവം കുറയുന്ന കാലം വരും, പാപങ്ങളുടെ ഗൗരവം കുറയുന്ന കാലം വരും. പാപമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ആളുകൾ പറയേ, പിന്നെ സമയം വൈകുന്നുണ്ടോ, നിങ്ങൾ എത്ര നേരം ഇരിക്കൂ? ഞാൻ കോഴിക്കോട് ജില്ലന്ന് കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് ഒരു 32-33 കിലോമീറ്ററും കൂടി ദൂരം എന്നാ വന്നതാണ്. അതിലേറെ ദൂരം ആരും വന്നിട്ടില്ലല്ലോ, ഇല്ല അല്ലേ? അപ്പം അൽഹംദുലില്ലാ. അപ്പം ഇനി തിരക്കുണ്ടെങ്കിൽ എനിക്കേ ഉള്ളൂ, എനിക്ക് മക്കളും കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളെയൊക്കെ പോലെ തന്നെ ഓലും ഒറ്റക്കാണ് അവിടെ, ഓരൊക്കെ ഒറ്റക്കാണ്. പക്ഷേ തവക്കൽത്തു അലല്ലയാണ്. ഇന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒരു 2:30-3 മണിയാവും. രാവിലെ 8:50 സ്കൂളിലെത്തണം. പക്ഷെ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഉണ്ടായിണോ? ഇല്ല. അപ്പം അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. നിങ്ങൾക്ക് എപ്പം മടുത്തു എന്ന് തോന്നണോ ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. മാത്രമല്ല നമ്മുടെ ഈ ചുറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇനി വേറൊന്നുണ്ട്, നിങ്ങളെല്ലാവരും പോയാലും ഞാൻ വേറിട്ടോ. കാരണം ഇവിടെ എത്രയോ വീടാന്നറിയങ്ങള്, ഒരുപാട് വീട്, അതും ശാന്തമായ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞു അത് അല്പം നമ്മൾ കേൾക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നമ്മളോട് പറയാൻ, പാപങ്ങളൊക്കെ ഗൗരവം കുറയും. പലിശ കുറച്ചെന്തേലും 4-3 ചായ പൈസ വാങ്ങിയോട്ടെ, അതിന് പെങ്ങൾക്ക് എന്താ, മറ്റോ കുടിച്ചിന് കുറച്ചൊക്കെ എൻ്റെ ചെറുപ്പല്ലേ, കുറച്ചൊക്കെ കുടിച്ചു എന്ന് കരുതി പൈനൊക്കെ അത്ര വിഷയാക്കിക്കൊണ്ട് നടക്കണം അല്ലേ. എല്ലാ തെറ്റുകളുടെ ഗൗരവം കുറയും. മഹാപാപങ്ങൾ ചെയ്താൽ പോലും എല്ലാവരും അത് ലഘൂകരിച്ച് കാണിക്കുന്നു. ആരാ പറയണറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ, നമ്മൾ അല്ലാഹുൽ വിശ്വസിക്കുന്നു, റബ്ബിൽ വിശ്വസിച്ചത് കൊണ്ട് എന്തോ ഒരു ഇഷ്ടമാണ് നിങ്ങൾക്ക്. റബ്ബേ യാ ഇലാഹി ഗഫൂർ, പടച്ചോനെ നീ വിധിച്ചതുണ്ടാവും, നീ വിധിച്ചത് എന്താണോ അതേ ഉണ്ടാവുള്ളൂ. ഗർഭസ്ഥ ശിശുവായിരിക്കെ കുഞ്ഞ് വഫാത്താകുന്നു അല്ലേ, നമ്മൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ നീ അതിലെന്തെങ്കിലും ഒരു ഹൈറ് കണ്ടു കാണും, എന്തെങ്കിലും ഒരു ഹൈറ് കണ്ടു കാണും. ഷുഗർ വന്നിട്ടൊരു കാല് മുറിച്ചു മാറ്റി നിങ്ങളുടേത്, അപ്പം നിങ്ങൾ പറയാ ഇതിലെന്തെങ്കിലും അള്ള ഒരു ഹൈറ് കണ്ടു കാണും. അങ്ങനെ എല്ലാം ഹൈറിലേക്ക് മടക്കുകയാണ്. ലാ തഖൂമ സ്സാഅ ഹത്താ തൽഹഖു ഖബാഇലു മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ ഹത്താ തഅബദ ഖബാഇലു മിൻ ഉമ്മതി അൽ ഔസാന. എൻ്റെ ഉമ്മത്തും അവസാന കാലമെത്തുമ്പോൾ ശിർക്കിലേക്ക് ഇങ്ങനെ അരിച്ചു കയറിക്കൊണ്ടിരിക്കും, ശിർക്കിലേക്ക് ഇങ്ങനെ കടന്നു പോകും. എത്രത്തോളം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മത്തും അവസാന കാലമെത്തുമ്പോൾ വിഗ്രഹാരാധന ആരംഭിക്കാൻ തുടങ്ങും. വിഗ്രഹത്തെ ആരാധിക്കുന്ന അവസ്ഥ വരുന്നു ഉമ്മത്തിനെ. നോക്കിങ്ങൾ, ചിലപ്പോൾ നമ്മൾ കടത്തി ആരാധിക്കണതിന് പകരം നമ്മൾ നിർത്തിയേക്കാർ ആരാധിക്കണത് അല്ലേ. മുള്ളുമുരയുടെ മൂർക്കം പാമ്പ് മുതൽ കാഞ്ഞിരക്കുറ്റി വരെ ആരാധിക്കപ്പെടുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഒരു മുസ്ലിം പള്ളിയിൽ പോയി നോക്കൂ, അവിടെ ഒരു ആരാധ്യ വസ്തു ഇല്ല, അവിടെ എന്തെങ്കിലും ഒന്നില്ല അല്ലേ, ഇവിടെ ഒന്നുമില്ല. കാരണം എന്താ? അള്ളാഹു
നമുക്ക് അത്തരത്തിലൊരു രൂപം കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ എന്തു ചെയ്യും, നമുക്ക് മുസ്ലിം ഉമ്മത്തിനൊരു സങ്കടമാണ്. ഇങ്ങനെ പിന്നെ ഒന്നുമില്ല ഇവിടെ, ഒന്നുമില്ല ഇവിടെ, എന്തെങ്കിലും ഒന്ന്. അപ്പോൾ പറയും നമ്മൾ ചെറിയൊരു ജാറുണ്ടാക്കിയാണ്, നിങ്ങൾക്ക് ഒരു അടയാളമല്ല ഞാൻ. അപ്പം നമ്മൾ സമാധാനമായി അല്ലേ. ജുമാക്ക് നിങ്ങൾക്ക് പോയിട്ട് ആ ജുമാക്ക് ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞപ്പോൾ ജുമാക്ക് എന്നിട്ട് ഇവിടെ അടയാളമൊന്നുമില്ലേ, ഇവിടെ ഒന്നുമില്ല എന്ന് ചോദിച്ചിക്കണോ? ഇല്ല. ഒരു നാട്ടിൽ ഏറ്റവും വലിയ ഇബാദത്താണ് ജുമാ, ഏറ്റവും വലിയ ഇബാദത്താ. അവിടെ നിങ്ങൾ പോയി അവിടെ പ്രത്യേകിച്ചൊന്നും പെയിന്റ് അടിക്കേ ഒന്നുമില്ല അല്ലേ. ജുമാക്ക് ചെന്നു, ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചു, ഉസ്താദെ ഇവിടെ വിളക്കൊന്നും കത്തിച്ച് ശരി, ഇതാ വലിയ വിളക്ക് ലൈറ്റ് ഇതാ അവിടെ കണ്ണു കണ്ടില്ലേ നിങ്ങൾക്ക്? അതല്ല, നമ്മളാ മറ്റേ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടില്ലേ? ഇല്ല. അത് ജുമ ശരിയാവുമോ? ജുമ കത്തിച്ചാലാ ശരിയാക്കുക. അതേപോലെ അത് കത്തിച്ച എല്ലാ ആചാരവും മുസ്ലിങ്ങൾക്ക് ശരിയാകുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട അങ്ങനെ ആചാരങ്ങളൊക്കെ കടന്ന് വന്ന് ഇല്ലേ. നമ്മുടെ നാടുകളിലെ കുറിച്ച് പറയല്ല അല്ലേ. നമ്മുടെ നാട്ടിൽ പിന്നെ ഇസ്ലാമികമായ ആചാരം എന്ന നിലക്കാവൂല എന്നാണ് വിചാരിക്കണത്. ആന വരുന്നു അല്ലേ. ഒരു കൊല്ലം പിന്നെ നമ്മളെ നീർച്ചന്നെ ആന നേരിട്ട് നടത്തിയില്ലേ, കേന്ദ്രം നേരിട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞ പോലെ മൊത്തം ഒരു 10-50 മിനിറ്റ് ആന നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയില്ലേ. എന്നിട്ട് എന്തായി? എന്താ കൂട്ടരെ, ആനക്കെന്ത് നേർച്ച? ആനക്ക് വിവരം വെച്ചു എന്ന് മനസ്സിലാക്കിയല്ലാതെ അള്ളാനെ പറ്റിക്കാൻ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ആനക്ക് വിവരം വെച്ചു ഇല്ലേ. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമും ആനയും തമ്മിൽ എന്താ ബന്ധം? ഇസ്ലാമും ആനയും തമ്മിൽ ആകെയുള്ള ബന്ധം എന്തറിയോ? എന്താണ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആന നീ എഴുന്നള്ളിച്ച് വരുന്നവരുടെ കഥ നിങ്ങൾക്കറിയോ? ഖുർആൻ പറയാ. ആനയും കൊണ്ട് നടന്നു ആ കഥന്നേക്കാരൻ ആനയും കൊണ്ട് ഞാൻ നടന്ന എനിക്കും വരാം. ആനപ്പാപ്പാന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ ആനി ഏറ്റുകൊണ്ട് പട്ടം കെട്ടിയിട്ട് അയിമ്മ നമ്മൾ പിന്നെ തൊട്ടും മുത്തിയിട്ടും നമ്മളെ പള്ളിയും പറമ്പും കൊണ്ടു നടന്നാൽ ആ ആനക്കാർക്ക് എന്താ ഉണ്ടായത്? അത് തന്നെ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തുളിൽ വഅർസല അലൈഹിം തയ്റൻ അബാബിൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജിൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. എന്തേന്? അബ്രഹത്തിനും പാർട്ടിക്കും ആനക്കുള്ള കുഴപ്പം ആന കിതാബ് ഓതായിട്ടേനു? അല്ല, ഇസ്ലാമിനെ തകർക്കാൻ ആന വന്നു. അതേപോലെ തന്നെയാണ് ഇസ്ലാമിനെ തകർക്കാനാണ് ഇന്ന് നാം പലപ്പോഴും ഇസ്ലാമികമായ ആചാരങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കപ്പെടുന്നത്. ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല, പക്ഷേ നമുക്കത് മനസ്സിലുണ്ടെങ്കിലും അത് പറയാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ? ആനയൊക്കെ നല്ല രസമല്ലേ, ആന വരുന്നൊക്കെ നല്ല രസമല്ലേ, ആന മതളകിയാലേ നല്ല രസമല്ലേ, പായല്ലേ, ഊടല്ലേ, ബൈക്ക് തകർക്കല്ലേ, ഓട്ടോറിക്ഷ കുത്തുകല്ലേ അല്ലേ. ഇതൊക്കെ നമുക്ക് ആരാണ്ടതാവുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. ആരാന് പിരാന്ത് പിടിച്ചാൽ നമുക്ക് കാണാൻ രസം എന്നല്ലാണ്ട് എന്ത്. അപ്പൊ നമ്മളൊന്ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കുക. തിന്മകളിൽ നിന്നും മാറി നിൽക്കുക, ശിർക്ക് പടരാതിരിക്കുക. ജീവിതത്തിലേക്ക് ഉറിയിലേക്ക് അരിച്ചു കയറുന്നത് പോലെ ശിർക്ക് കടന്നു വരും. എങ്ങനെ? ഇന്നിപ്പോ നമ്മൾ ഒരാളെ രാവിലെ കണ്ട് നമ്മളൊരു 9 മണിക്ക് കറണ്ടിന്റെ പൈസ അടക്കാൻ പോയി. നമ്മളെന്താ പറയാ അറിയോ? കൗണ്ടർ തുറക്കാന്നപ്പോ ഇന്ന് ആ ചങ്ങായിനെ രാവിലെ കണ്ടപ്പോഴേ ഉറപ്പാന്ന് കറണ്ടിന്റെ പീടിയ തുറക്കൂല. നല്ലേലേ ഞായറാഴ്ചയാണ്. ഞമ്മക്കൊരു കുറ്റമല്ല, രാവിലെ ഇറങ്ങി നടന്നോന അല്ലേ. രാവിലെ ഒരാളെടുത്ത് കടം വാങ്ങാൻ പോയാൽ പീഡിയക്കാരനാണ് നിങ്ങളെങ്കിലും മോനെ രാവിലെ കട. ഉച്ചയ്ക്ക് എന്താ പറയുക? ഉച്ചക്കോ അല്ലേ. എന്താ? രാവിലെ കടം പോയാൽ അന്നത്തെ കാര്യം ശരിയാവൂല എന്നാ. രാവിലെ എന്നവനെ കണി കണ്ടാൽ അന്നത്തെ ദിവസം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത ലിമാ മനഅത. പടച്ചോനെ, നീ നൽകിയത് തടുക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയൂല, നീ തടുത്തത് നൽകാനും ഒരാൾക്കും കഴിയൂല. നമ്മൾ സുന്നിയാണോ, മുജാഹിദാണോ, ജമാഅത്താണോ, തബ്ലീഗാണോ എന്നൊന്നുമില്ല. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മളൊക്കെ നിസ്കരിച്ചിരുന്ന് ഉസ്താദ് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചൊല്ലുക അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. പടച്ചോനെ, നീ നൽകിയത് തടുക്കാൻ ഒരാൾക്കും കഴിയൂല, നീ തടുത്തത് നൽകാനും ഒരാൾക്കും കഴിയൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. നമുക്ക് ആശങ്കയുണ്ടോ? ഇല്ല. അങ്ങനെയായിരിക്കണം വിശ്വാസത്തെ നമ്മൾ ഹിംസിച്ചു കൊടുക്കാതെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കണം. റബ്ബ് വിധിച്ചത് നമുക്ക് വരട്ടെ. കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. ഏപ്രിലിൽ മദ്രസയിലെ പരീക്ഷ ഉണ്ട്, സ്കൂളിലെ പരീക്ഷ ഉണ്ട്. കുട്ടികളെ നല്ലോണം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക
കേട്ടോ. അല്ലാതെ തെക്ക് വടക്ക് സർവീസ് നടന്നിട്ട് പരീക്ഷകളിൽ ചെന്നിട്ട് പടച്ചോനെ എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ ഉത്തരം ചാക്ക് കെട്ടി തലീക്കൊന്നും ഇട്ടുതരൂല. നമ്മൾ വായിക്കുക, പഠിക്കുക, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ള ബുദ്ധി എനിക്ക് തരണേ റബ്ബേ. റബ്ബിൻ്റെ ബർക്കത്താണ്. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കാർ ആരെങ്കിലും കൈ നോക്കണമ്മ, കൈ നോക്കണോ എന്ന് പറഞ്ഞു വരും. അപ്പം നിങ്ങൾ നിസ്കരിച്ചിരിക്കേക്കാരം നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നിസ്കരിച്ച് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അതാ എൻ്റെ കയ്യൊന്ന് നോക്കിയെന്നാ. കയ്യൊന്ന് നോക്കിയിട്ട് അയൽപ്പക്കത്ത് നിന്നൊക്കെ ചോദിച്ച് വന്നതാണ്. ഈ കൈ നോക്കണ ആള് ഇങ്ങനെ ഏകദേശം എന്തുണ്ട് പേര്, സൂറാബി അല്ലേ? ആ ഇനി ഏതെങ്കിലും സൂറാബിൻ്റെ ബേജാറാണ് കേട്ടോ, ഒരു പേര് പറഞ്ഞാൽ അത് സൂറാബി. ആ പിന്നെ ഭർത്താവ് ഗൾഫിലാണെങ്കിലും ചെറിയൊരു സംശയം ആയിട്ടും ഇങ്ങോട്ട് മൂപ്പര് പറയും ബാക്കി ഞാൻ പൂർത്തിയാക്കിക്കോളാം. എന്നിട്ട് നമ്മളെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് കൈയൊക്കെ ശരിക്ക് ഒന്ന് തൊട്ടൊക്കെ നോക്കിയിട്ട് ഒക്കെ ആ നിസ്കാരക്കുപ്പായിട്ട ഭക്തിയിലാവുള്ള കൈ ഇങ്ങനെ നോക്കിയിട്ട് പറയും മൂപ്പർ ഗൾഫിലാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ വരുതാൻ കിട്ടണേ, അല്ലെ ഇപ്പൊ കിട്ടൂല. ഗൾഫിലാ. പിന്നെ ഇങ്ങനെ മൂപ്പറ് വേറെന്തോ അവിടെ പെണ്ണുങ്ങളുണ്ടോ കഴിഞ്ഞ്. പിന്നെ ഇവിടുന്ന് എന്തും കിട്ടും, കഞ്ഞിയും കിട്ടും, ചോറും കിട്ടും, ബിരിയാണിയും കിട്ടും, അവിടുത്തെ സ്വർണവും കിട്ടും. അങ്ങനെതാ ഒരു 90 പവനാണ് ഒരാൾക്കും വേണ്ടി എടുത്തു കൊടുത്തത്. ഒരു ജ്യോത്സ്യം പറഞ്ഞപ്പോഴേക്ക് ഒരു കണക്ക് നോട്ടം പകരക്കാരൻ, മുസ്ലിമായ കണക്ക് നോട്ടക്കാരൻ പറഞ്ഞപ്പോ ഭർത്താവിന്റെ വെന, എന്ത് വെനയാന്നുള്ളാവുമല്ലോ, ഒഴിവാക്കാൻ വേണ്ടി 90 പവൻ കൊടുക്കാൻ പറഞ്ഞു. 90 പവൻ കൊടുക്കുമ്പോൾ ഇത്താത്ത പറഞ്ഞോലോ ഇത് നിങ്ങൾ ഞാൻ കൊണ്ടുപോയേ, നിങ്ങൾക്കെന്താ, ഞാൻ വലിയല്ലേ, വലിയത് കൊണ്ടുപോകും, നിങ്ങൾക്കെന്താ തീരെ വിശ്വാസമല്ല എന്നെ, ഞാൻ 5 നേരം നിസ്കരിച്ചാത്ത ജുമാക്കൊന്നും പോകാത്ത ആളാ നിങ്ങൾക്ക്. പിന്നെന്തിനാ ഇനി വിശ്വാസക്കേട്? 5 നേരം നിസ്കരിച്ചവനാണെങ്കിലല്ലേ വിശ്വാസത്തിന് പേടിയുള്ളൂ. 5 നേരം നിസ്കരിച്ചാത്ത ജുമാക്ക് പോകാത്ത ആളാ. അപ്പം വിശ്വാസത്തിലെടുത്ത് 90 പവൻ കീഴിലാക്കിയിട്ട് കൊടുത്തു. ഒരു പറഞ്ഞു ഇത് ഇവിടെ വെക്കൊന്നുമില്ല, ഇവിടെ 15 മിനിറ്റ് അത് ഇവിടെ വെക്കുള്ളൂ. 15 മിനിറ്റ് ഈ സ്വർണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിന്മകളും എന്ത് ചെയ്യും, ഒഴിഞ്ഞു പോവും, ഇതിലെ ആവാഹിക്കും. അങ്ങനെ എന്ത് ചെയ്യും, അനക്കെന്നെ തിരിച്ചു തരുന്നു. ഇതും കാട്ട് താത്ത നിൽക്കല്ലേ പുറത്ത്, 90 പവൻ അതാ കിഴിയിൽ തന്നെ തിരിച്ചു കൊടുക്കണം. പക്ഷേ ബഹുമാനപ്പെട്ട വലിയ ഒരു കാര്യം പറഞ്ഞു, 7 ദിവസത്തിന് ഇത് തുറന്നു നോക്കരുത്. കാരണം ഇവർക്ക് സംസ്ഥാനം വിടാനേ, കണക്കൊക്കെ തീർത്ത് സംസ്ഥാനം വിടണം. 7 ദിവസം മിനിമം ആണല്ലോ. 7 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ കുപ്പിച്ചില്ല്, നഖം, മുടി, പിന്നെ അതിലെന്തൊക്കെ നാട്ടിൽ വിലയില്ലാത്ത ഒഴിവാക്കിയുണ്ടോ, മീൻ്റെ ചണ്ടി ഒക്കെ അതിൽ. അവസാനം പോയി പോലീസ് സ്റ്റേഷൻക്ക്, ഉമ്മത്തെ ഓർത്തോളി, അള്ളാന്റെ പള്ളിക്കൊക്കെ 90 പവൻ സ്വതക്ക കൊടുത്തതാണെങ്കിൽ നിങ്ങൾക്കത് 150 പവനായിട്ട് അവിടെ കിട്ടും. പക്ഷേ ഇത്തരത്തിലുള്ള അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ, ജ്യോത്സ്യനെയോ കണക്ക് നോട്ടക്കാരനെയോ ആരെങ്കിലും സമീപിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. മറ്റൊരു വചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ, ആരെങ്കിലും ഇത്തരത്തിൽ ജ്യോത്സ്യനെയോ കണക്ക് നോട്ടക്കാരനെയോ മറന്നു പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തരാമെന്ന് പറയുന്നവനെയോ സമീപിച്ചാൽ കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അല്ലേ, നമ്മൾ സുന്നിയാകാം, നമ്മൾ മുജാഹിദാകാം, ജമാഅത്ത് എന്തോ ആയിക്കോളി, പക്ഷേ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മളെ കൈരേഖ നോക്കിയിട്ടല്ല നമ്മളെ ഭാവി, പടച്ചോനാ തീരുമാനിക്കണേ. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അങ്ങനെ വിശ്വാസത്തിൻ്റെതായ മാർഗത്തിൽ ഇത്തരത്തിലുള്ള പണോപാധികൾ കടന്നു വരും. ലാ തഖൂമസ്സാഅ ഹത്താ യഖ്റുജ ഖൗമൻ യഅകുലൂന ബിഅൽസിനതിഹിം കമാ തഅകുലുൽ ബഖറു ബിഅൽസിനതിഹാ. അവസാന കാലത്ത് മുസ്ലിം ഉമ്മത്തിൽ രംഗത്ത് വരും ഒരു സമൂഹം രംഗത്ത് വരും. അവർ നാവ് കൊണ്ടാണ് തിന്നുക. ഇന്ന് പശു തൻ്റെ നാവ് കൊണ്ട് ചിനിക്കി തിന്നത് പോലെ ഒരു സമൂഹം കടന്നു വരും. ഹത്താ യഖ്റുജ ഖൗമൻ യഅകുലൂന ബിഅൽസിനതിഹിം, അവർ നാവ് കൊണ്ടാണ് ആളുകളെ പറ്റിച്ച് തിന്നുക. ആളുകളങ്ങനെ പറ്റിച്ചിട്ട് ആട്, കോഴി, തേന് അവസാനം എന്ത് ചെയ്യുന്ന ഉമ്മത്തിനെ ഒരു വഴിക്ക് ആക്കും. നിങ്ങളെ നാട്ടിലുണ്ട് എന്നല്ല പറയണത്, പലയിടത്തായി പ്രത്യക്ഷപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, 6 ഘട്ടങ്ങൾക്ക് വേഗം കൂടും. 6 ഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം വേഗം കൂടും. ബാദിറൂബിൽ അമാലി ഖിസാലൻ സിത്ത, നിങ്ങൾ 6 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതാ വന്നെത്തുന്നു.
ഒന്ന് നിങ്ങൾക്ക് വിഡ്ഢിത്തങ്ങളുടെ നേതൃത്വം, അതുപോലെ തന്നെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. കുടുംബ ബന്ധങ്ങൾ ആളുകൾ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ മുറിക്കാൻ തുടങ്ങും. വിശദമായി പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിനേക്കാൾ വേഗത്തിൽ മുറിക്കപ്പെടും. അതുപോലെ തന്നെ വിധി പറയുന്നതൊക്കെ കച്ചവടമാക്കപ്പെടും. അതുപോലെ തന്നെ രക്തം ചിന്തുന്നത് ലഘുവായി കാണാൻ തുടങ്ങും. മാത്രമല്ല ഖുർആനിനെ ആസ്വാദനമായി കണ്ടെത്തേണ്ടവൻ പലതരത്തിലുള്ള ആസ്വാദക സംഗീത ശബ്ദങ്ങളെ ആസ്വാദനമായി കാണുന്ന കാലം വരും. ഖുർആനാണ് നമ്മളുടെ സംഗീത ശബ്ദം സ്വീകരിക്കപ്പെടുന്നത്. ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഹദീസും കേൾക്കുമ്പോൾ, ഖുർആൻ്റെ ഒത്ത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാകണം. നമ്മളെ കുട്ടികൾ ഇങ്ങനെ മാപ്പിളപ്പാട്ടും ഇതൊക്കെ വെച്ച് കേട്ട് ഇങ്ങനെ കുത്തിർക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇടില്ല ആക്ക പിന്നെ ബാളങ്ങന്നൊക്കെ ഇടാം. അപ്പോൾ ബാപ്പ ഇതെങ്ങനെ ഈ പാട്ടിൻ്റെ ഇടയിൽ വന്നു? അത് ഞാൻ അറിയാതെ ഒരുത്തം വാട്സപ്പിൽ ഒരു പോയത്തക്കാരുണ്ട് എൻ്റെ ഗ്രൂപ്പിൽ. ഈ ജാതിയൊക്കെ ആഹ്റത്തൊഴിലാളിയാണ്ട് ഈ ജാതിയൊക്കെ അയച്ചു തരാം. അതറിയാതെ ഡൗൺലോഡ് ആയതാ മോനെ. അപ്പുറം പാട്ടിൻ്റെ ഇടയിൽ ഒരു ഓത്ത് വന്നാൽ നമുക്ക് ICU കിടക്കുമ്പോഴോ ഓത്തിൻ്റെ അടിയിൽ പാട്ട് എന്നാൽ അത്ര ടെൻഷൻ വേറല്ല. അപ്പോൾ അല്ല നമ്മളെ കടത്തിയാൽ തന്നെ നന്നാവുള്ളൂ അല്ലേ? അല്ല, ചെറുപ്പക്കാരാ, നമ്മൾ കേൾക്കുക. അത് സൗണ്ട് കേൾക്കുമ്പോൾ ആ പരിശുദ്ധ ഖുർആന്റെ ഈണത്തിൽ ഓതുക, ആ ഈണത്തിൽ കേൾക്കുക. അതൊക്കെ ആയിരിക്കണം നമ്മളുടെ എന്താണ് ആസ്വാദനം അല്ലേ? നമ്മളെ കയ്യോ വണ്ടിമങ്ങനെ പോകുമ്പോൾ രണ്ട് ചെവിയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോയതായിരുന്നു. വണ്ടി ഒരു ഭാഗത്തേക്കാണ് പോയി. ഇലക്ട്രിസിറ്റിൻ്റെ പോസ്റ്റ് അപ്പുറത്തുണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല, വേറെ ലോലൊക്കെ നമ്മൾ കണ്ടില്ല. നമ്മളെ കാല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചൊറി വരൂലേ, ആ ചൊറി ഇങ്ങനെ വരുമ്പോണ്ട് വാപ്പണ്ടി നമ്മളെ മൊബൈൽ കൊണ്ടുവരുന്നത്. എടാ എൻ്റെ മൊബൈൽ എനിക്ക് ഇല്ലായിട്ടൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലേ? അത് കൊടുന്നുകാണ്ട് ഓന് ഹിന്ദി പാട്ട് വെച്ചെടുത്ത്, വാപ്പാ ഹിന്ദി പാട്ടൊന്നും പാണ്ട, എനിക്ക് ഖുർആനോത്തുണ്ടെങ്കിൽ തരി ഉള്ളു വേദനിക്കണുണ്ട്, ഉള്ളൂടി ഇങ്ങനെ ചൊറിയണുണ്ട് വാപ്പാ, 18 ദിവസം ഇങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞിരിക്കണെന്ന്. കിടക്കല്ലാതെ എന്ത് കാട്ടു സോദര, ഞാനും നിങ്ങളും. നമുക്ക് കിടക്കേണ്ടി വന്നില്ലേ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ? അങ്ങനെയല്ല, അള്ളാഹു മാറ്റമുണ്ടാക്കുമ്പോൾ നമ്മൾ മാറേണ്ടത് അള്ളാഹുവിന്റെ പരീക്ഷണം കൊണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുടുംബങ്ങളൊക്കെ കലഹിക്കുമ്പോ ഇത്തരത്തിലൊക്കെ വരുന്നു. നോക്കി നിങ്ങള്, ലാ തഖൂമസ്സാഅ ഹത്താ തംതുറുസ് സമാഉ മതറൻ ആമൻ. ഒരു വർഷം പെയ്യുന്ന മഴ ഒന്നിച്ച് ആകാശം ഭൂമുഖത്തേക്ക് പെയ്യിപ്പിക്കുന്ന കാലം വരും. വലാ തൻബുത്തുൽ അർള ശൈആ, ഭൂമിയിലുള്ള ഒരു സസ്യവും അവശേഷിക്കാത്ത വിധം ആകാശം തുറക്കപ്പെട്ടുകൊണ്ട് മഴ വർഷിപ്പിക്കുന്ന കാലം ലോക അന്ത്യത്തിന്റെ അടയാളമാണ്. നമുക്കിങ്ങനെ വന്നില്ലേ എല്ലാവരും? ഇപ്പൊ നോക്കി നിങ്ങൾ, വെള്ളപ്പൊക്കം വന്ന് നമ്മളെ അയലോക്കക്കാരൊക്കെ തമ്മിൽ അറിഞ്ഞ് കുടുംബങ്ങളൊക്കെ ഭയങ്കര ബന്ധായിപ്പോയി. പിന്നെ കട്ടിലൊക്കെ ഇങ്ങനെ ഒലിച്ചു പോവുകയാണ്, TV ഒലിച്ചു പോവുകയാണ്, ഫ്രിഡ്ജ് ഒലിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒലിച്ചു പോകാത്ത എന്തായാലും വർഗീയത ഒലിച്ചു പോയി. കണ്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. അമ്പലത്ത് പാർത്തോലുണ്ട്, പള്ളിക്ക പാർത്തോലുണ്ട്, ചർച്ച് പാർത്തോലുണ്ട്. ആണ്ടും ഇങ്ങോട്ടും വീട് നോക്കാതെ പിന്നെ ഒരുത്തം ഓൻ്റെ പുരയെ കിടന്നുറങ്ങി നീച്ചു നോക്കുമ്പോൾ മറ്റോൻ്റെ പുരയിൽ ഒലിച്ചെത്തിക്കണം. പിന്നെ അള്ളന്നെ കൊടുന്നാക്കിയേക്കാരെ കട്ടിലടക്കേ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മളെ അള്ളൊരു പാഠം പഠിപ്പിച്ചു. എന്തേ പാഠം പഠിപ്പിച്ച്? അണക്കെട്ട് തുറന്നിട്ടാ. നോക്കാണ് നിങ്ങൾ, അള്ള ഒരു പരീക്ഷണം നോക്കുമ്പോൾ ഇവിടെയൊക്കെ എവിടെ അണക്കെട്ട് തുറക്കാൻ? വയനാട്ടിൽ എവിടെ അണക്കെട്ട് തുറന്നു? ഒരു അണക്കെട്ട് തുറന്നിക്കണേ, പക്ഷേ മഴ പെയ്തില്ലേ, മഴ നിൽക്കാതെ പെയ്തില്ലേ. അതുകൊണ്ടല്ലേ അണക്കെട്ടിൽ മുമ്പ് പിന്നെ ജോഗ്രഫി അടുപ്പിക്കണ മാഷ് കുട്ടിനോട് ചോദിച്ചോലോ, എടാ ഈ പിന്നെ കാറ്റൊക്കെ എങ്ങനെ ഉണ്ടാണ്? ഓനാണെങ്കിൽ ഉപ്പുമാവിന് നേരം അയക്കണോ പറഞ്ഞല്ലോ, മരമൊക്കെ കടന്നു കൊല്ലുമ്പോൾ കാറ്റുണ്ടാണ്. അപ്പോൾ മാഷ് പറഞ്ഞു, മരം കൊടുക്കുന്നു. അപ്പോൾ മരം എങ്ങനെയാടാ കടന്നു കൊല്ലുകണോ ചോദിച്ചോ. അത് കാറ്റുണ്ടാവുമ്പോൾ സാർ 1:30 മണിയായി കാരണം ഓനത് വിശക്കുണ്ടേ. അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഇതൊരു യാഥാർത്ഥ്യം പഠിക്കണ്ടേ? ഇത് അള്ള ഒന്നായിട്ട് കുത്തിച്ചൊരിഞ്ഞിങ്ങോട്ട് തന്നിട്ട് നമ്മൾ മൊത്തം 2 കൈയും പൊക്കണ്ടി വന്നില്ലേ മേലക്ക്. എല്ലാ തരത്തിലുള്ള അഹങ്കാരം പോയില്ലേ. മുന്നിൽ കാറൊക്കെ വാങ്ങി വെച്ചിട്ട് ആകാശത്തുള്ള മഴക്കാറ് നോക്കി നിൽക്കേണ്ടി വന്നില്ലേ നമ്മൾ. എന്തെങ്കിലും മാർഗമുണ്ടാവും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ. ആ തിരിച്ചറിയലൊക്കെ വരുന്നത് പരീക്ഷണം. വരൾച്ച എന്നാൽ റസൂലേ എന്താണ് വരൾച്ച? റസൂലുള്ള പറഞ്ഞു, വരൾച്ച എന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത കാലം മാത്രമല്ല, മഴ കുത്തിച്ചൊരിഞ്ഞ് പെയ്യാൻ തുടങ്ങും. നാട്ടിലുള്ള എല്ലാ കൃഷിയും നശിക്കും. മഴ പെയ്യും, പിന്നെയും പെയ്യും, പിന്നെയും പെയ്യും. വലാ തംബുത്തുൽ അർളു ശൈആ, ഭൂമിയിൽ ഒരു സസ്യവും മുളച്ചു പൊങ്ങാനുള്ള അവസരം അള്ള കൊടുക്കാതിരിക്കും. അതും വരൾച്ചയാണ്.
അതും വരൾച്ചയാണ്. നമുക്ക് ആന്ധ്രയിൽ നിന്നുള്ള അരി നിന്നാല്, തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി നിന്നാല്, റീചാർജ് കൂപ്പൺ വാങ്ങിയിട്ട് തിന്നേണ്ടി വരും നമ്മളൊക്കെ. വേറൊന്നും വൈഫൈ കൊണ്ടൊന്നും മക്കളെ ചെലവ് കഴിഞ്ഞു പോവില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? നന്മ ചെയ്യാനും അതുപോലെ തന്നെ നന്മക്ക് വേണ്ടി വാദിക്കുവാനും നന്മയുടെ കാര്യം ചെയ്യുവാനൊക്കെ അള്ളാന്റെ ഹൈർ നമ്മൾ തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കൊല വർദ്ധിക്കുന്നു. അവസാനം മനുഷ്യനൊക്കെ 9 മണിയായി, അവസാനിപ്പിക്കാനായെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ അവസാനിപ്പിക്കാം. കൊല വർദ്ധിക്കുന്നു. ആളുകളെയൊക്കെ അവിടെ കൊന്നു. കാസർഗോഡ് ഒരുത്തനെ കൊന്നു പറഞ്ഞ് ഇവിടെ ഒരുത്തനെ കൊല്ലു, ഇവിടെ ഒരുത്തനെ കൊന്നു പറഞ്ഞ് കാസർഗോഡ് ഒരുത്തനെ കൊല്ലു. ഈ കൊല്ലണോനോട് ചോദിക്കും, ഇജ്ജ് എന്തിനാ കൊല്ലണേ? എന്തിനാന്നറിയില്ല, പാർട്ടിക്കാർ പറഞ്ഞാണെങ്കിൽ, ഈ സംഘടനക്കാർ പറഞ്ഞാണ്, അല്ലെങ്കിൽ ഞങ്ങളെ പ്രസിഡന്റ് പറഞ്ഞതാണ്, ഞങ്ങളെ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾക്കൊന്നും അറിയില്ല. കൊല ചെയ്യപ്പെടുന്നവനോട് ചോദിക്കുകയാണ്, എന്നെ ഓൻ കൊല്ലാൻ വരുന്നുണ്ട്, എന്തിനാ? അതെനിക്കറിയില്ല മോനെ. ഇങ്ങനെയാണ് കാലം. കാലം അടുത്തടുത്തെത്തുന്ന കാലം. അവരവരുടെ ഓരോടെയും അവരുടെ പ്രവർത്തനങ്ങൾ കുറയും. പിശുക്ക് വർദ്ധിക്കും. മനുഷ്യനെ വെറുതെ കൊല്ലാൻ തുടങ്ങും ആളുകളൊക്കെ. മനുഷ്യന്മാരെങ്ങനെ കൊല്ലും എല്ലാരും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, മദ്യം കുടിക്കുന്നവൻ ആ പേരിലല്ലാതെ കുടിക്കാൻ തുടങ്ങുന്നു. ലഹരിയെ കുറിച്ച് ഉസ്താദ് സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പരാമർശിക്കാത്തത്. എൻ്റെ ഉമ്മത്ത് അല്ലേ ഏതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ കുടിക്കും, പക്ഷെ കള്ള് കുടിക്കാന്ന് പറയില്ല, അവര് മദ്യപിക്കുകയാണെന്ന് പറയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ ലഹരി അവർ നുകരും, പക്ഷേ ആ ലഹരിയെ കുറിച്ച് അവർ പുറത്തു പറയില്ല, ആർക്കോട്ട് അറിയാനും കഴിയില്ല. മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ പലിശ ഭുജിക്കാൻ തുടങ്ങും. എവിടെങ്കിലും പൈസ കൊണ്ടിടും. പൈസ കൊണ്ടിട്ടിട്ട് ആ പൈസയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. സമ്പത്ത് കുന്നുകൂടും. ആ സമ്പത്ത് പലിശക്ക് കൊണ്ടുപോയിടും. ആ പലിശയിൽ നിന്ന് ഭുജിക്കും. പലിശ ഭുജിക്കണ്ട എന്നൊരുത്തൻ തീരുമാനിച്ചാൽ അവസാനം അതിൻ്റെ ഒരു പൊടിയെങ്കിലും അവൻ എന്ത് ചെയ്യൂല? ഭുജിക്കാതിരിക്കൂല. അവസാനം ഒരു പൊടിയെങ്കിലും എന്ത് ചെയ്യും? അവൻ ഭുജിക്കേണ്ടി വരും. ഓർത്തു നോക്കൂ, നമ്മളെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ ഒഴിവാക്കുക. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി അത് ഒന്നിനും വേണ്ടിയല്ല. ചില കുട്ടികളോടൊക്കെ ചോദിക്കേടാ, എൻ്റെ ഉപ്പാക്കെന്താ പണി? ഉപ്പ സേർ തൊള്ളയൂടി വലിച്ച് മൂക്കൂടി വിടുന്ന പണിയാണ്. നോക്കിങ്ങള്, തൊള്ളയെ കൂടി വലിച്ച് മൂക്ക് കൂടി വിടുന്ന പണിയാണ്. പ്രത്യേകിച്ച് ഒരു നാട്ടവും കിട്ടണില്ല, എന്നാലും ഒരു 35 റുപ്യ 40 റുപ്യ ഇതൊക്കെ ലഹരിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? മുമ്പ് കാലത്തൊക്കെ ഉമ്മമാര് വെറ്റില മുറുക്ക അല്ല ഇന്ന മുറുക്കാനൽ മുറുക്കാനി തമ്പുലുൻ അല്ലേ, ഫൂഫില് അതേപോലെ 100 അടക്കാവ പുകയില എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ദിവസം എന്നൊക്കെ. അക്കാലം ഇന്ന് അതൊക്കെ മാറി. അന്നതൊക്കെ ചിലപ്പോൾ പല്ലുവേദനക്കോ മറ്റൊക്കെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ബംഗാളി ഇരിക്കല്ലേ റോഡിന്റെ ഓരത്ത്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ടോ 135 ചേരുവകൾ ചേർത്തിട്ട് ഇങ്ങോട്ട് തരിക. അപ്പം നമ്മൾ പറയാ, ഇവനെ നമുക്ക് നമ്മളെ കല്യാണത്തിനൊക്കെ വിളിക്കണം. ഒരു ഭാഗത്ത് ജിലേബി, ഒരു ഭാഗത്ത് മയക്കുമരുന്ന്, അങ്ങനെ അതും കൂടി ആവുമ്പോൾ എന്തായി, കല്യാണത്തിന് ഒന്നുമിൽക്കൊരു സമാധാനമാവും. അങ്ങനെ അതാ മയക്കുമരുന്നും ഇതുപോലത്തതൊക്കെ വ്യാപകമായി. എന്തിനാ? മാത്രമല്ല ലഹരി വാങ്ങിക്കൊടുക്കണവരായി. ഹേയ്, നമ്മളാരും വാങ്ങിക്കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, എങ്ങനെ വാങ്ങിക്കൊടുക്കാൻ? നിങ്ങളാണ് സംഘാടകര്. നിർത്താനായി തോന്നിയാൽ നിർത്തിക്കോളി എന്നാ പറഞ്ഞേ. അപ്പൊ എന്തായാലും എന്താ അറിയോ, എനിക്ക് തോന്നണം. കാരണം മഞ്ഞ് പെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സമാധാനം എന്താ അറിയോ, നിങ്ങൾക്കും തലയിലൊന്നുമില്ല, എനിക്കും ഇവിടെ തലയിലൊന്നുമില്ല. അതുകൊണ്ട് ഉസ്താദ് ടാർപ്പായിൻ്റെ ചോട്ടിലാണെന്നും വിചാരിക്കാമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് അവസാനിപ്പിക്കുക. സ്ത്രീകളുണ്ട്. അപ്പോൾ ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ വിശ്വാസത്തിൻ്റെ രംഗത്തുള്ള കർമ്മമ്പു രംഗത്ത് പോലെ ധാർമ്മിക രംഗത്ത് കൂടി നമുക്കുണ്ടാവണം അല്ലേ? നമ്മളിപ്പോൾ ഒരു പുര കയറ്റാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു പുരക്ക് കയറി കുറ്റിയൊക്കെ അടിച്ച് പിന്നെ അപ്പോൾ അല്ല നമ്മൾ കുറ്റിയൊക്കെ അടിച്ചില്ലേ? ആ കുറ്റിയൊക്കെ അടിച്ചല്ല, നമ്മൾ കുറ്റിയൊക്കെ അടിച്ച ദിവസമല്ലേ? നമ്മൾ കുറ്റി അടിച്ച ദിവസമാണ്. എന്താണിപ്പോ? അല്ല ഒന്നുമില്ല, ഇന്ന് നമ്മൾ കുറ്റിയൊക്കെ അടിച്ചത് കൊണ്ട് എന്നാ എന്തെങ്കിലും വെള്ളം കൂടി വേണ്ടി വരൂലേ? വെള്ളം കൂടി കിണറ്റിലുണ്ട്. വേണ്ട, ഇനി പഞ്ചാരയും ചായ ഹോർലിക്സ് ആയിക്കോട്ടെ, ഇനി അല്ല ഹോട്ടലിൽ നിന്ന് ചായ അല്ല. ഞാൻ ഇപ്പോൾ ഒന്നും അറിയില്ല, ഞാൻ ഇപ്പോൾ ഒരു 500 റുപ്യ തരാം, ഇപ്പം അത്
ഇപ്പൊ നമ്മളെ പൊരയല്ലേ തറ ശരിയാണ്ട് എന്നൊക്കെ പറഞ്ഞ് 500. ഓൻ പൊരയിൽ പോയി തുണി പാക്ക മാറ്റി ബാറിൽ പോയി അവിടുന്ന് 500 റുപ്യക്ക് വാങ്ങി പോയി. നമ്മളെ പെരത്തറ തുടക്കം പോയി മക്കളെ, തുടക്കം പോയി. ഓൻ്റെ പെണ്ണുങ്ങളെന്താ പറയാ, ആചാര്യാപ്പൻ്റെ പുര കെട്ടണം അവിടുന്നെങ്കിലും ഇത് ഒഴിവാന്ന് വിചാരിച്ചിന്. പഠിച്ചവനെ അവിടുന്നും കൊടുത്തല്ല 500. അതും കുടിച്ച് പുരയിൽ വന്ന് പാത്രം കൊടുക്കുമ്പോൾ എങ്ങനെ പുര ചൊവ്വാവും അല്ലേ? ലിൻഡൽ വാർത്ത് ഞാൻ പറയും, ലിൻഡൽ വാർത്തില്ലേ, ലിൻഡൽ നമ്മളെ ലിൻഡലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പം നമ്മൾ പറഞ്ഞ് ലിൻഡൽ മോശമുണ്ടെന്നൊരു 500. ഇതുകൊണ്ട് ഈ വേണ്ടാത്തൊന്നും വാങ്ങരുത്. പിന്നെ ബീവറേജ് എന്നാണ് ഈ വാങ്ങിക്കും, അംഗീകൃതമാണല്ലോ. വേറെ വേണ്ടാത്തൊന്നും വാങ്ങരുത്. ഒക്കെ നല്ല മോനെ വിദേശക്കായിരിക്കണം കൊടുത്ത് ഓനത് കുടിച്ച് പോയി ഓൻ്റെ പുരയിലുള്ള നമ്മളെ പുര കേട്ടിനനുസരിച്ച് ഓൻ്റെ പുര അടിച്ചു പൊളിക്കാൻ തുടങ്ങിയ അവസാനം വാർപ്പിൻ്റെ അന്ന് മോനെ വാർപ്പല്ലേ വാർപ്പ് നടക്കുമ്പോൾ എനിക്കറിയില്ലേ. സുഹൃത്തുക്കളെ, നിങ്ങളാണ് ഉപദേശിക്കേണ്ടത്. അത് ആവശ്യപ്പെടുന്നവനോട് പറയണം, സഹോദരാ അരുത് സഹോദര, മദ്യപിക്കരുത്, ഇത് തിന്മയാണ്. നിന്റെ കുട്ടികൾക്കൊന്നിച്ച് നീ ഒരു 1/2 കിലോ അയില വാങ്ങിയിട്ട് കൊണ്ടുപോയി നീ ഒന്നിച്ച്, അല്ലെങ്കിൽ കുറച്ച് ബിരിയാണി നമ്മൾ വെച്ചിട്ട് അത് നിന്റെ കുടുംബവും കൂട്ടി കഴിക്കുമ്പോഴല്ലേ മോനെ സുധാകര, അല്ലെങ്കിൽ മോനെ അൻവറെ, അല്ലെങ്കിൽ മോനെ മത്തായി, അപ്പോഴല്ലേ ഒരു ഉഷാറടാ. എന്തിനാണ് എൻ്റെ വീട് കയറ്റുമ്പോൾ നിന്റെ വീട് പൊളിക്കണേ? അത് ശരിയാ മക്കളെ, നിങ്ങൾ പറഞ്ഞപ്പോഴാട്ടെ എനിക്കത് ഓടിയത്. എന്നാ നമുക്ക് ബിരിയാണി വെച്ച് തിന്ന് 2 പാക്കറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അച്ഛനോട് മക്കൾ പറയാം, അച്ഛാ ഇന്ന് ഏത് വീടായിരുന്നു വാർപ്പ്? ഇന്ന് ആ വീടിൻ്റെ വാർപ്പ് എന്നും നിലനിൽക്കട്ടെ അച്ഛാ, ദൈവമേ എന്നും നിലനിൽക്കട്ടെ. അത് ഹിന്ദുവിൻ്റെ കുട്ടിയും ദ്വാരക്കും മുസ്ലിമിൻ്റെ കുട്ടിയും ദ്വാരക്കും അല്ലാത്തവനും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊന്നും മദ്യം വിളമ്പി കൊടുക്കുന്ന വാഹകരാകാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം ഉണ്ടാക്കുന്നവനെയും കൊടുക്കുന്നവനെയും വാറ്റുന്നവനെയും വിൽക്കുന്നവനെയും അത് താങ്ങുന്നവനെയും താങ്ങാൻ നിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും കൊണ്ടുപോകുന്നവനെയും കൊടുക്കുന്നവനെയും ഒക്കെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? പിന്നെന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം യാത്ര പോരുമ്പോണ്ട് ഒരു പോസ്റ്റ് മേലെ ഒരുത്തനെ കെട്ടിയിട്ടാണ്. ഓട്ടോറിക്ഷ പോരുമ്പോൾ പോസ്റ്റ് മേലെ കെട്ടിയിട്ടാണ്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ ഒരുത്തനെ കെട്ടിയിട്ടാണ്, താഴ്ച കൊല്ലും, നാളെ സദാചാര പോലീസ് കാരണം ആകെ കച്ചറയിക്കാരൻ എന്താ നോക്കുക എന്നാണ്. അപ്പോൾ കൂട്ടുകാരെ പോയിക്കോളി ഓൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, അതുകൊണ്ട് ഓനൊന്ന് കൊല്ലുക. ഓനെ അങ്ങനെ നിർത്തിയിട്ട് ഓനെ രാവിലെ വരെ അങ്ങനെ വെക്കുകയാണല്ലോ. കൂട്ടുകാർ കൂടി ചെയ്യണേ എന്താ? മദ്യപിക്കുകയും വേണം, ബർത്ത്ഡേക്ക് മദ്യപിക്കണം അല്ലേ? ഇസ്ലാമിനെ സംബന്ധിച്ച് എന്നും മരിക്കുകയാണ് കൂട്ടരെ. നാളെ നമ്മൾ ജനിക്കുകയാണ്. ഇന്ന് രാത്രി 9:30 മരിക്കുകയാണ്, 10 മരിക്കുകയാണ്, നാളെ നമ്മൾ ജനിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ മരിക്കുകയാണ്, നാളെ നമ്മൾ ജനിക്കുകയാണ്. എന്നും നേരം വെളുത്ത 5 ബർത്ത്ഡേ ആണ്. എന്നും കേക്ക് കുറിച്ചുകൊണ്ട് നടക്കാനാവുന്നത് എന്നും നിങ്ങൾക്ക് ഇത് നടക്കുമോ? റസൂല പഠിപ്പിച്ചിക്കണോ? റസൂല്ലാൻ്റെ ബർത്ത്ഡേ പോലും റസൂലുള്ളാഹി സ്വല്ലം ആഘോഷിക്കാനും പറഞ്ഞിട്ടില്ല, നമ്മളോട്ട് പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ നമുക്ക് എന്താ അറിയോ, നമുക്ക് ഈ ഷുഗറുള്ളവർക്ക് കുലാവി കുടിക്കാനും പായസം കുടിക്കാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നബി പ്രവാചകനെ സ്നേഹിക്കടിയിൽ നിന്ന് ഒഴിവാക്കാനാകണില്ല. അങ്ങനെയാണ് സ്ഥിതി. പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് ചര്യ കൊണ്ടാണ് അല്ലേ? 3-ാമത്തെ സന്ദർഭത മോൻ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിക്കുന്നതിൻ്റെ തലേ ദിവസം കൂട്ടുകാരൊന്നും അവിടെ കാണാനില്ല. എന്താ ഒന്ന് മിനുങ്ങണ്ടേന്നാ. കൂട്ടരെ, ഈ മിനുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? മിനുങ്ങുക എന്ന് പറഞ്ഞാൽ ഉള്ള ബോധം പോട്ടേന്നാ. ഇനി അങ്ങനെ ബോധം പോണെങ്കിൽ അള്ളഹാനോട് കൈ ഉയർത്തി പറഞ്ഞു, പഠിച്ചോനെ 1/2 മണിക്കൂറല്ല, എൻ്റെ ഒരു 15 കൊല്ലം എൻ്റെ ബോധം കളഞ്ഞോണ്ടാ, ഞാൻ വെറുതെ 1/2 കുപ്പി ഓരോ ദിവസവും കുടിക്കണ്ടല്ലോ. അള്ള കളഞ്ഞില്ല, എന്തിനെത്ര ബേജാറാണ്? ഇത്ര ബോധം വേണ്ടെങ്കിൽ ഈ ഉള്ള ബോധം പോയിട്ട് അപകടം പറ്റിയിട്ട് ആശുപത്രി കിടന്നിട്ട് ബോധം തിരിച്ചു കിട്ടാൻ മഹല്ല് കമ്മിറ്റിയിൽ ദ്വാരക്കാൻ വേണ്ടി കത്തുകൊടുത്തോരില്ലേ സഹോദരന്മാരെ? ഇല്ലേ? ബോധം നഷ്ടപ്പെട്ടിട്ട് 32 കൊല്ലമായിട്ട് ബോധം തെളിയാത്ത, ഗർഭം ധരിക്കപ്പെട്ട് പ്രസവം ഓപ്പറേഷനിലൂടെ നടന്ന് ബോധം തെളിയാത്ത സഹോദരിമാരില്ലേ? അവരുടെയൊക്കെ ഒപ്പമാര് ബോധം കിട്ടാൻ വേണ്ടി ദ്വാരക്കുമ്പോൾ നമ്മൾ നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് ബോധം കളയാനും, കുത്തിവെച്ചിട്ട് ബോധം കളയാൻ, കുടിച്ചിട്ട് ബോധം കളയാനും എന്തിനു പോണ്? നമ്മളുടെ ബോധമൊക്കെ ഈ നാടിനാവശ്യമുണ്ട്, മഹലിനാവശ്യമുണ്ട്, നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുണ്ടാകും. ഹിന്ദു സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആവശ്യമുണ്ടാവും. ഇനിയിപ്പോൾ ഇലക്ഷനാണ് വരുന്നത്, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യരുത്, ഒരു 50 കുപ്പി മറിഞ്ഞാൽ മോനെ ബോട്ട് നാളെ മറി. എന്താ അത്? ബോട്ട് എന്ന് പറഞ്ഞാൽ ബീവറേജിൻ്റെ ബോട്ടൊന്നല്ലത്. അന്തമുള്ള മനുഷ്യന്മാർ നേരം വെളുത്ത് എഴുന്നേറ്റ് പോയിട്ട് ചെയ്യണ അതൊന്നും അല്ല മറിയ. അപ്പം എന്ത് ചെയ്യും? അവരെ മദ്യം കുടിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള ദുരാചാരങ്ങളിലൂടെ സമൂഹം മദ്യത്തിലേക്ക് ആകൃഷ്ടമാകുമ്പോൾ യുവത്വം
ഈ നാടിൻ്റെ പ്രസരിപ്പോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള അധർമ്മത്തിൽ നിന്നും മാറി നിൽക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ നന്മകളും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്ത എല്ലാ തിന്മകളും വെറുക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നിങ്ങളുടെ ഈ നാട് ഒരു നല്ല നാടാണ്. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. എല്ലാ നന്മകളും ചെയ്യുന്ന, ഒരു തിന്മകളും സംഭവിക്കാത്ത, വ്യഭിചരിക്കാത്ത, ശിർക്ക് ചെയ്യാത്ത, ബിദ്അത്ത് ചെയ്യാത്ത നല്ല നാടായി നിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മൈക്ക് സിസ്റ്റം ഇവിടെ സജ്ജീകരിച്ച സഹോദരന്മാർ, അതേപോലെ തന്നെ കസേരട്ട കുട്ടികൾ, അതേപോലെ തന്നെ ഇതിന് പണം ചെലവാക്കിയ ഇവിടുത്തെ ബഹുമാന്യമായ വ്യക്തികൾ, അതേപോലെ തന്നെ ഇതിനു വേണ്ടി സഹോദരിമാർ, അവരൊരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ നാട്ടിലുള്ള ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഉപ്പമാരും ഉമ്മമാര്, അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഈ ഗ്രാമത്തിൽ ദൂരെയും അടുത്തുമായി ഒരുമിച്ച് കൂടിയ ഞങ്ങളെല്ലാവരെയും നാഥ, നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഞങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടെങ്കിൽ പൊറുക്കണം റബ്ബേ. കടം വരുത്തരുതേ റബ്ബേ. പഠിക്കാനും മറ്റുമൊക്കെ പോകുന്ന ഞങ്ങളുടെ പൊന്നു മക്കളുണ്ട് റബ്ബേ, വഴി തെറ്റിക്കല്ലേ റബ്ബേ. രോഗികളായി കിടത്തല്ലേ റബ്ബേ. എൻ്റെ സ്വയം ഞങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു നാട്ടുകാർ ഞങ്ങളെ മറക്കുന്നതിൻ്റെ മുമ്പ് നാഥ, നീ നിന്റെ തീരുമാനം നടപ്പാക്കണം റബ്ബേ. അള്ളാഹുവേ, ഖൈറും ബർക്കത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. സാമ്പത്തികമായ വലിയ ഐശ്വര്യമില്ലെങ്കിലും റബ്ബേ, കടം വരുത്തരുത് റബ്ബേ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ടും മറ്റും പെൺകുട്ടികളുടെ വിവാഹം നടക്കാത്തതിൻ്റെ ദുഃഖം പേറുന്ന രക്ഷിതാക്കൾക്ക് റബ്ബേ, അവരുടെ ദുഃഖത്തിന് നീ അറുതി വരുത്തണേ റബ്ബേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.